See, നമുക്ക് സാധാരണ ഒരു ആള് ചോദിക്കാം, മാഡം എന്താണ് ന്യൂട്രീഷൻ, എന്താണ് ഡയറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ what can you say? to make it very simple, the food that we eat, that is converted by our body. I don't know how many parents actually take your kid to a fruit shop or a vegetable shop and ask them, okay, fine, today let's see which color fruit you want to have. ഈ ഡയറ്റും ന്യൂട്രീഷനും രണ്ടും ഒന്നാണ്. എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ് ആസ് എ ന്യൂട്രീഷനിസ്റ്റ്? നമുക്ക് സാധാരണ ഒരു ആള് ചോദിക്കാം, മാഡം എന്താണ് ന്യൂട്രീഷൻ, എന്താണ് ഡയറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ what can you say? To make it very simple, the food that we eat. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശ്രദ്ധയാണ്. ശ്രദ്ധ ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സംശയമുള്ള കാര്യമായിരിക്കും വർക്കൗട്ടിനെ പറ്റിയിട്ട്, ന്യൂട്രീഷനെ പറ്റിയിട്ട്. അപ്പൊ ഈ ഒരു സെഷൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ കൂടെ ശ്രദ്ധയുണ്ട്. എന്തുകൊണ്ട് ശ്രദ്ധ ഇന്ന് ഈ ഒരു എപ്പിസോഡ് ക്ഷണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ന്യൂട്രീഷനിസ്റ്റുകളും ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള നോളേജ് ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഷീസ് someone who's different. So welcome Shraddha. Thank you, Anand. So Anand Savior, an engineer who's turned into a health and fitness coach. What exactly pulled you into this profession? And you yourself has won Mr. Trivandrum n number of times. So what exactly, and right now we're working with n number of athletes, people who are into fitness and even people who are with many medical conditions. So what exactly got you into this? ഓക്കെ, നമുക്ക് ഒരു സമയത്ത് നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേറെ ചോയ്സ് ഇല്ല. സോ എഞ്ചിനീയറിംഗ് ഇഷ്ടത്തോടെ തന്നെയാണ് എടുത്തത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ കുറേ നാൾ വർക്ക് ചെയ്തു, IT സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ബിഹൈൻഡ് എന്താ പറയണ്ടേ, എനിക്ക് എപ്പോഴെങ്കിലും എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഫിറ്റ്നസ്. ഞാൻ 17 വയസ്സിൽ ജിമ്മിൽ പോയി തുടങ്ങിയ ഒരാളാണ്. ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തും ഒക്കെ കണ്ടിന്യൂ ചെയ്തു പോയി. ഒത്തിരി കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്തു. 2022 ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷനിൽ ക്ലാസ് ഫിസിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കാനായിട്ട് പറ്റി. അതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്യുമ്പോഴും ഹാർട്ട് ഓഫ് ഹാർട്ടിൽ ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് സംതിങ് റിലേറ്റഡ് വിത്ത് ദിസ് എഞ്ചിനീയറിംഗ്. ഞാൻ പറയല്ലോ, നമ്മുടെ ഒരു പ്രായത്തിൽ നമുക്ക് 21-22 വയസ്സ് വരെ നമുക്ക് നമ്മളെ ചെലവിന് തരുന്ന വീട്ടുകാരാണല്ലോ. അപ്പോൾ ഓബിയസ്ലി നമുക്ക് കുറേയൊക്കെ അവർ പറയുന്നത് കേട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും വൺസ് യു സ്റ്റാർട്ട് വർക്കിംഗ് ആൻഡ് യു സ്റ്റാർട്ട് ഏർണിംഗ്, ദെൻ യു ഹാവ് യുവർ ഓൺ ചോയ്സ്. പക്ഷെ ആ ഒരു പ്രായത്തിൽ നമ്മൾ ആ റിസ്ക് എടുത്ത് മുമ്പോട്ട് വരണം. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഒരു പാഷൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ എനിക്കെന്തോ ആ ഒരു ദൈവാനുഗ്രഹം കിട്ടി, ആ ഒരു ഫിറ്റ്നസ് പ്രൊഫഷനിലേക്ക് വരാനായിട്ട് സാധിച്ചു. ഇപ്പോൾ AFX ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് വെള്ളയമ്പലത്ത് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. കുറേ ശ്രദ്ധ പറഞ്ഞ പോലെ ഒരുപാട് അത്ലറ്റ്സിനോട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള കുറേ കോച്ചസിനെയും ട്രെയിനേഴ്സിനെയും ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നത്. Okay, Shraddha, you being a nutritionist, I know that you were born and brought up in Dubai. So now you have started your enterprise in Trivandrum. So why you selected Trivandrum? Is there anything specific that you selected Trivandrum? And I know that you have been closely working with a lot of athletes also. And I am one guy who follows your page also, because I know that there is a lot of nutritionists, but what you put forward, I mean, what the knowledge you share is different from other nutritionists. ശ്രദ്ധ എപ്പോഴും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ ആണ് പുറത്തുവിടുന്നത്. ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ, ഇതിലെന്തോ ഉണ്ട്. കാരണം നമ്മളിപ്പോ ഇൻഫർമേഷൻ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷന്റെ കാലഘട്ടത്തോടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദ ഇൻഫർമേഷൻ that you put forward നമുക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. So what is your experience? I mean, from Dubai to Trivandrum, how is it like? See, so basically, unfortunately, in India, we have, not just in India, in many countries that's the case, we have the concept of influencers. Unfortunately, the term influencers has been very common, and I think it's wrongly being interpreted by the audience. So when you see the term nutritionist, there is a huge difference between a certified nutritionist and a qualified nutritionist. See, when you talk about a qualified nutritionist, you have to do your basic degree, then you do your master's, then you do specializations. There are a lot of aspects of it. In the other side, certifications where probably, people must be in other professions and maybe they might do certifications for 3 months, 6 months.
So the understanding of that, I don't think the audience gets it. So that is where the misinformation gets passed on. And when any influencer says, okay, this is what I do, this is that I do, unfortunately, the audience thinks that, okay, maybe it will work for me. So that is how diet works. What works for the influencer will definitely not work for that specific audience. In fact, what works for me will not work for you. ശ്രദ്ധ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പോ ഡയറ്റ് എന്ന് പറഞ്ഞ വാക്ക്, Right. ഡയറ്റ് എന്ന് പറയുന്ന വാക്ക് ഒരുപാട് പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ എക്സാക്ട്ലി ഈ ഡയറ്റും ന്യൂട്രീഷനും രണ്ടും ഒന്നാണ്. എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ് ആസ് എ ന്യൂട്രീഷനിസ്റ്റ്? ഒരു നമുക്ക് സാധാരണ ഒരു ആള് ചോദിക്കുകയാണ്, മാഡം എന്താണ് ന്യൂട്രീഷൻ, എന്താണ് ഡയറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ക്യാൻ യു സേ? To make it very simple, the food that we eat, that is converted by our body into these nutrients. Like, for example, let's take our macronutrients, our carbohydrate, fat. All these are nutrients which our body requires and will plays a huge vital role in our body functions. So if you ask me what is nutrition, that is the foundation. That is our fundamental part of our health. So everything from protein to carbohydrate to fat, all these nutrients play a huge role from your neurological level, from your gut microbiome. And you see a lot of people talking about genetics now, right? There's a concept of genetics. So definitely, as per the research that we have now, you can switch off and switch on your gene based on your nutrition, to put it very simple. So that is the kind of influence your food and your nutrients have on your health. നമ്മുടെ DNA സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വർക്ക്, ഐ മീൻ നമ്മുടെ എന്താ പറയുക ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ടൊക്കെ ഒത്തിരി ഡയറ്റ്സ് വരുന്നുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഉണ്ടോ? So see, so I've heard like someone else also earlier had asked me this question. Just by understanding your blood group, can you understand the kind of diet? That is complete false. Nothing like that actually works. Nothing like this exists. If someone tells you that, please go find another qualified nutritionist or a qualified doctor and please go to them. Because based on your blood group, definitely you cannot give anyone a diet. When you say about diet, especially personalized diet, a lot of things matters. Your genetics, your blood work, your metabolism, a lot of parameters comes into the picture. Your gender, are you a male, are you a female? What is your profession? Are you an athlete? Are you someone who does the desktop work? A lot of factors come into the picture. So just by understanding what your blood work is or your blood type is will not determine the kind of diet you need to consume. കറക്റ്റ്. കാരണം നമ്മൾ അവിടെ ഒരു ഹ്യൂമനെ മാത്രം ശ്രദ്ധിക്കുക. അയാൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ ആസ് എ ന്യൂട്രീഷണൽ യു വിൽ ബി ഗിവിംഗ് ദം. അതിന്ന് ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ബോഡി തന്നെ അസിമുലേറ്റ് എടുക്കുന്നതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, അല്ലെ? ആ ന്യൂട്രീഷൻ ഇസ് ഗെറ്റിംഗ് ട്രാൻസ്പോർട്ടഡ് ടു യുവർ ബോഡി ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്, റൈറ്റ്? Yes, just like that. For example, workouts and diet both plays a vital role in our life. So I get a lot of questions where people ask, okay, I follow the diet, but is it okay if I don't work out? I don't think I have the time. What is your intake when your clients come and tell you that, okay, I tried probably like going through the diet, but workout, I'm not sure. I don't think I can come and work out every day. What is the advice? Or do you get clients like this? സമയം എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ആണ്. രാവിലെ പല്ല് തേക്കാൻ സമയമില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പല്ല് തേച്ചേ പറ്റത്തുള്ളൂ, അല്ലെ? അതിന് പല്ല് തേക്കാത്ത ആൾക്കാർ കാണുമായിരിക്കും. ഓക്കെ, ഇപ്പോ അതുപോലെ തന്നെ ആയിരിക്കണം വർക്കൗട്ട് എന്ന് പറയുന്നത്. 7 ദിവസം വർക്കൗട്ട് ചെയ്യണ്ട, പക്ഷെ അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റണം. ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വർക്കൗട്ടിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. വർക്കൗട്ട് പ്രോപ്പറാണ്, പക്ഷെ ഭക്ഷണം പ്രോപ്പർ അല്ല, അത് വർക്ക് ചെയ്യില്ല. ഭക്ഷണം മാത്രം പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ട്, വർക്കൗട്ട് ഇല്ല, അതും ഓക്കെ. ഇതൊരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിന്റെ ഒരറ്റത്ത് ന്യൂട്രീഷനും ഒരറ്റത്ത് വർക്കൗട്ടും. ആ ബ്രിഡ്ജ് കണക്ട് ആവണമെങ്കിൽ, കറക്റ്റായിട്ട് കണക്ട് ആവണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും ചെയ്തേ പറ്റത്തുള്ളൂ. വേറെ ചോയ്സ് ഒന്നുമില്ല. കാരണം അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും തിരക്കുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, എന്തിനാ? കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മാത്രമാണോ ലൈഫ് എന്ന് പറയുന്നത്? നമ്മുടെ ഭക്ഷണം, നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ അലൈവായിരുന്ന കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഓടി നടക്കാനായിട്ട് സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ട, നമ്മുടെ എക്സ്ക്യൂസ് ആണ്. ആ ഒരു എക്സ്ക്യൂസ് പറയാണ്ടിരിക്കുക. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ഫോർ യു ഹാവ് ടു ഡു യുവർ വർക്കൗട്ട്. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇതൊക്കെ വളരെ എല്ലാവരും ബേസിക്കലി ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. So let's say that a client comes to you and say, my diet is proper, I've been like walking regularly, and just that I'm not doing any other exercise, but I'm walking and I hope that's an exercise. What is your quick response to such comments? നടത്ത എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്.
എക്സസൈസ് എന്ന് പറയുന്നത് എന്തും എക്സസൈസ് ആവും. നടക്കാൻ പോകുന്നത്, ഓടാൻ പോകുന്നത്, എന്തെങ്കിലും ഒരു സ്പോർട്ട് കളിക്കുന്നത്, സ്വിമ്മിങ്ങിന് പോകുന്നത്, ഇതൊക്കെ എക്സസൈസ് ആണ്. പക്ഷെ ഒരു പെർഫെക്റ്റ്ലി എന്താ പറയണ്ട, ടാർഗറ്റഡ് അല്ല, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് അല്ല. ഒരു സ്ട്രക്ചേർഡ് എക്സസൈസിനെയാണ് നമ്മൾ വർക്ക്ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നടക്കാൻ പോകുന്ന അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം എന്നാണ് നമ്മുടെ ഈ സെന്റർ ഫോർ ഡിസീസ് ആൻഡ് കൺട്രോൾ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നടത്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് നല്ലതായിരിക്കുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ movement is medicine is what we say now. Because Obviously. unfortunately 1 hour you work out in the gym and baki rest of the hours you're sitting in one place. correct. It definitely, like, because sitting continuously is like equal to smoking these days, ഉറപ്പായിട്ടും right? ഉറപ്പായിട്ടും. So when you talk about structured training, what exactly did you mean by structured training? Do you think it is same for everyone? For everyone it should be different? എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കണം. ഇപ്പോൾ യു ബീങ് ന്യൂട്രീഷനിസ്റ്റ് അറിയാം. ഇപ്പൊ എനിക്കുള്ള ഡയറ്റ് ആയിരിക്കില്ല ശ്രദ്ധയ്ക്കുള്ള ഡയറ്റ് ആയിരിക്കില്ല വേറെ 10 പേർക്കുള്ളത്. അപ്പൊ അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആണ്, ഇൻഡിവിജ്വലൈസ്ഡ് ആണ് വർക്ക്ഔട്ട്സും. കാരണം എൻ്റെ അനാറ്റമിയും എൻ്റെ ബോഡി സ്ട്രക്ചറും അല്ല വേറൊരാൾക്കുള്ളത്. അയാളുടെ അസസ്മെന്റ് നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അയാൾക്ക് എന്തെങ്കിലും ഫങ്ഷണൽ മൂവ്മെന്റ്സ്, അയാളുടെ ഇപ്പോൾ കഴുത്തുവേനുള്ളവരുണ്ടാവും, നടുവേനുള്ളവരുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ we have to customize according to each individual, just accordingly how you as a nutritionist, I know that you give personalized nutrition, right? Accordingly same തന്നെയാണ് നമ്മുടെ എക്സസൈസ് റെജിമെനും നമ്മുടെ വർക്ക്ഔട്ട് പ്ലാനും ഒക്കെ അങ്ങനെ തന്നെയാണ്, ഇൻഡിവിജ്വലൈസ്ഡ് തന്നെയായിരിക്കും. So this is one thing that I've been wanting to ask you. If you have to choose between cardio and strength training, what do you think a person has to choose? You have to club these things. See, you cannot just stay doing cardio and live your life. You cannot just do strength training എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെ വർക്ക് ചെയ്യാണ്. കാർഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ആസ് ദ term says, it is related with your heart. നമ്മൾ ഹാർട്ട് കുഞ്ഞു സാധനം അല്ലേ, ഇത്രയേ ഉള്ളൂ. അതിന്റെ മസിലിന് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാർഡിയോ വാസ്കുലർ എഫക്ട് കിട്ടും. പക്ഷേ പ്യുവർലി നമ്മൾ കാർഡിയോയ്ക്ക് വേണ്ടി ഒരു 20 to 30 മിനിറ്റ്സ് സ്പെൻഡ് തന്നെ ചെയ്യണം. വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ മെറ്റബോളിക്കലി മസിൽ ഇസ് കോൾഡ് ദി ലാർജസ്റ്റ് ഓർഗൻ വിച്ച് ഹാസ് നോട്ട് ബീൻ അഡ്രസ്ഡ് എനിവെയർ. ഐ മീൻ പ്രോബ്ലി ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ മസിലിനെ ഒരു മെറ്റബോളിക് ഓർഗനായിട്ടൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ആൾക്കാരിൽ ആ ഒരു അവയർനെസ്, എന്തിന് മസിൽ ബിൽഡ് ചെയ്യണം, മസിലിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന, നടത്തം മാത്രം പോരെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്, ഇത് രണ്ടും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പൊ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പേഴ്സണലൈസ്ഡ് ചെയ്യുന്നു. ഇപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ബോഡി വെയിറ്റ് ട്രെയിനിങ് ആവാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറൊരു അസിസ്റ്റൻസ് ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. അപ്പോൾ യു ഹാവ് ടു ബി ട്രെയിനിങ്, യു ഹാവ് ടു ഡു സം കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഓർ സ്ട്രെങ്ത് ട്രെയിനിങ് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഗോൾസ്. അപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ചോദിക്കാനായിട്ട് വരുന്നത്, നമ്മൾ ഒരുപാട് ഡയറ്റുകളെ പറ്റി കാണിക്കുക. ഇപ്പൊ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ചോദിക്കും, എനിക്ക് അത് കഴിക്കാവോ, എനിക്ക് ഇത് കഴിക്കാവോ. അപ്പൊ അതോടനുബന്ധിച്ച് പറയാമെന്ന് വെച്ചാൽ ഒത്തിരി ഡയറ്റുകൾ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ്, പാലിയോലിത്തിക് ഡയറ്റ്, കാർണിവോർ ഡയറ്റ്, അതിന് ഇഷ്ടം പോലെ. എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഇപ്പൊ നമ്മൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ഡയറ്റ്. അപ്പോൾ ബേസിക്കലി ഞാൻ ചോദിക്കണം, ഞാൻ ആസ് എൻ അത്ലറ്റ് ഞാൻ എന്ത് ഡയറ്റ് ആയിരിക്കണം ഫോളോ ചെയ്യണം? See, just like your structured workout, you said diet is different for everyone. The diet, let's say you belong to the same family, even then the diet which I could be taking, my mother or my father could be taking, is supposed to be different. That is how we are all designed. I mean, if we talk about us, let's say both of us go for a walk for 1 hour. Do you think we'll burn the same calories? Of course not, because men tend to have more muscles. And definitely we know, since you have more muscular mass, you will definitely tend to burn more calories. Gender difference comes into the picture there. Age difference will come into the picture, even though we are someone is the same family. So a lot of difference will be there. So definitely, to keep it very simple, every diet, or in terms of the amount of protein you take or the kind of diet pattern you need to follow, will be different for everyone. That is when personalized nutrition come into the picture. So that the kind of diet that I take will not be the diet probably my father should be taking. His age comes into the picture, his blood values come to the picture, his daily routines. What is the kind of workouts he do? What is the kind of job he does? Does he have more of a desktop work, or does he have any blood works? Because we know aging is a factor, and we all know that as we age, it's very important for us to work out on our muscles. So speaking about that, do you think there is any age group to start with
when you have to work on your muscles? മസിൽസിന് ഒരു പ്രായപരിധി ഒന്നുമില്ല. മസിൽസ് നമ്മൾ എന്താ പറയണ്ട, നമ്മൾ മലയാളികൾ പറയും നമ്മൾ ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം വരെയും നമുക്ക് മസിൽസ് അത്യാവശ്യമാണ്. ബേസിക് ആയിട്ട് നമുക്ക് വാഷ്റൂമിൽ പോകണം, നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യണം, ഇതിനൊക്കെ നമുക്ക് മൂവ്മെന്റ്, നമുക്ക് മസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു വീഴ്ച സംഭവിച്ചു, ആ വീഴ്ചയെ നമ്മുടെ ബോൺസിന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു മസിൽസാണ്. നമുക്ക് പ്രോപ്പർ മസിൽ മാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോൺസിന് ചുറ്റുമാണല്ലോ നമ്മുടെ മസിൽസിന്റെ ഫോർമേഷൻ വരുന്നത്. മസിൽസ് കുറെ ഇമ്പാക്റ്റ് അങ്ങ് എടുക്കും. അപ്പോൾ ഈ പ്രായം കൂടുമ്പോഴത്തേക്ക് ആൾക്കാരിൽ വീഴ്ചയുടെ റേറ്റ് കൂടും. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ മസിൽ ലോസും അതൊക്കെ തന്നെയാണ്. നമ്മൾ ആ ടേമിനെ പറയുന്നത് സാർക്കോപീനിയ എന്ന് പറയുന്നത്. സ്ത്രീകളിൽ എസ്പെഷ്യലി 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും 2% മസിൽ ലോസ് ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പുരുഷന്മാരിൽ അതേപോലെ 1%. 40 ഇയേഴ്സ് ആകുമ്പോൾ അത് ഡബിൾ ആവും. അപ്പോൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് പ്രത്യേക കുട്ടികളിലാണെങ്കിൽ എനിക്കൊന്ന് റൈറ്റ് ഫ്രം ദ ഏജ് ഓഫ് 12 ദേ ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് സം കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ബേസ്ഡ് ട്രെയിനിങ്. ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജിമ്മിൽ പോയി വെയിറ്റ് എടുത്ത് പൊക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഒരുപാട് അതല്ല. ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏജ് അനുസരിച്ച് ന്യൂട്രീഷനിൽ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ ഏജ് അനുസരിച്ച് ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആയിരിക്കില്ല ഒരു 30 വയസ്സുകാരന് കൊടുക്കുന്ന ട്രെയിനിങ്. അയാളുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും, അയാളുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമായിരിക്കും, അയാളുടെ ഉറക്കം ഡിഫറെന്റ് ആയിരിക്കും, ഭക്ഷണ രീതി ഡിഫറെന്റ് ആയിരിക്കും. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ വർക്ക്ഔട്ട് പാറ്റേൺസും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ മസിൽ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ആവശ്യമുള്ള കാര്യമാണ്. 50 വയസ്സിലാണ് ഒരാൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കുഴപ്പമില്ല. ഒരു റിസർച്ച് ഉണ്ട്, 50 വയസ്സിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് അയാളുടെ ഡെക്സാ സ്കാൻ എടുത്ത് നോക്കുന്ന സമയത്ത് അതേപോലെ വേറൊരാൾ അയാൾ ട്രെയിനിങ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 ആൾക്കാർ 60 വയസ്സിലുള്ള 2 ആൾക്കാരുടെ ഡെക്സാ സ്കാൻ നോക്കിയപ്പോൾ 50 വയസ്സിൽ ട്രെയിനിങ് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ അയാളുടെ ഡെക്സാ സ്കാൻ നോക്കിയപ്പോഴത്തേക്കും അയാളുടെ മസിൽ മാസ് എന്ന് പറയുന്നത് 30 വയസ്സുകാരൻ്റെ ട്രെയിനിങ് ചെയ്യാത്ത ഒരു 30 വയസ്സുകാരൻ്റെ ബോഡി സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് നമ്മൾ ട്രെയിനിങ് വഴി നമുക്ക് ശരീരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ന്യൂട്രീഷനെ പറ്റിയിട്ട് എനിക്ക് ഒരു ഇത് തോന്നിയതാണ്. ഈ കുഞ്ഞുങ്ങളിൽ ബേസിക്കലി എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ ഒരുപാട് ഫീഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. എക്സാക്ട്ലി നമ്മൾ ഏത് വയസ്സ് മുതലാണ് ഈ ന്യൂട്രീഷനെ പറ്റിയിട്ടുള്ള നോളേജ്, അത് എനിക്ക് തോന്നുന്നു ന്യൂട്രീഷനെ പറ്റി വീടുന്ന് തന്നെ അതിൻ്റെ ഒരു നോളേജ് നമ്മൾ പിള്ളേരിലേക്ക് പകർന്നു കൊടുക്കണ്ടേ. ഒരുപാട് ഫീഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, കുട്ടികളിലേക്ക് ഭക്ഷണം കുത്തി ഇറക്കുന്ന ഒരു, അതിനെ പറ്റിയിട്ട് എന്താണ് ശ്രദ്ധയ്ക്ക് പറയാനുള്ളത്? See, this is a very common practice in our households where we see that when a child doesn't want to eat, the parents are actually overfeeding the child, thinking that okay, if at all we don't feed him now, probably like after many hours he still won't eat, probably like he'll play around, he'll fall weak, he'll feel sick, we'll have to take him to the hospital. So it's a common thing that alangi grandmothers, okay fine, ayyo ക്ഷീണിച്ചു പോയി, or you go to functions where you see a lot of people saying ayyo കുഞ്ഞെന്താ ക്ഷീണിച്ചിരിക്കുന്ന, ഫുഡ് ഒന്നും കൊടുക്കാറില്ലേ. I think that's a common thing that a lot of people hear. മെലിഞ്ഞിരിക്കുന്നതാണോ ഈ പ്രശ്നം? അതോ Honestly, ചെറുതിലെ തൊട്ട് the first thing you have to as parents, first thing you should understand is that create that positive relationship with the food for the children. Maybe we will be indulging in all the sweets and all the junk, and if you're expecting your kids to have a good diet, kids will never learn. I don't know how many parents actually take your kid to a fruit shop or a vegetable shop and ask them, okay fine, today let's see which color fruit do you want to have. We'll have red color, let's have green color apple today, or you choose which one do you want. Has any parents done that? Never. But it's a growing stage, they will grow, it's okay. There's nothing related to actually what you should, okay fine, avaru കഴിക്കുന്നില്ല. Parents are getting worried, okay fine, കുഞ്ഞു കഴിക്കുന്നില്ല, അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു, ചിലപ്പോൾ അവർ അനീമിക് ആയാലോ, ഹൈറ്റ് വരത്തില്ല. That's another common thing. So honestly, just because your kids are thin or very lean, that doesn't mean, and that has nothing to do with you overfeeding your kids. I have seen a lot of kids who are overfed but they look very lean. Because just ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, is your kid active? As long as your kid is active, and if your kid is eating, when I say eating, not overfeeding the child and the child is eating, first thing to create that positive relationship with the food is that leave it to your kid to indulge with the food. You don't have to feed. Let the children play with the food. See, a lot of people at home, what they do is that they cook what they want and they feed it to the kid. നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ include the kid. Just ask the kid, okay fine, ഇന്നെന്താ മോക്ക് വേണ്ട, or take them to places to purchase groceries.
It's a very common practice that you see that they take them to sweet shop, cake shop. That parents ask, കുട്ടികളല്ലേ, കുട്ടികൾക്ക് ഇപ്പോഴേ ഏത് ചോക്ലേറ്റാ വേണ്ടേ അത് അവർക്ക് ചോദിക്കുമല്ലോ. Why is it that any Correct. parent is not taking their kid to a fruit shop and asking which color fruit do you think we should have today? Let's buy it. ഒന്നും വേണ്ട, കിച്ചണിൽ let's say that you're needing wheat flour, ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് you're needing the flour. Give small portion to your kid. Let the kid also play with it. So actually, to end with, kids actually learn from what they see more than what you tell them. If parents are telling them, eat this, eat that, they might not do it. But if they see you doing the same thing, they'll literally mimic you. Correct. Kids will literally mimic what they see around the family. Let it be from food to how you talk to how you behave. So it all starts from the parents. ഫുഡിന്റെ ഒരു അവയർനെസ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. Definitely, 100%. അല്ലാതെ വരുമ്പോഴാണ് ഭാവിയിൽ ഇവര് ഒബീസ് ആവുന്നതും വേറെ അസുഖങ്ങളൊക്കെ വരുത്താനുള്ള ഭക്ഷണം വഴി വരാനുള്ള It starts from the time you conceive the child. It starts from there. Majority of the people during pregnancy time, they actually, because they're not taking care of their health, definitely a lot of people tend out to be diabetic. And when the child is born, let's say that the child turns 12 years old and 15 years old, and then slowly you can see the symptoms of the child slowly getting obese. ഇത് പറഞ്ഞപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എന്താ പറയുക, ഗർഭിണിയായ സ്ത്രീ അവർ ഐഡിയലി ശരിക്കും എത്ര വെയിറ്റ് കൂടണം? ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 15-20 കിലോ കൂടുന്നതാണ്. ആക്ച്വലി നമ്മൾ അത്രയും കൂട്ടണം. കുഞ്ഞിന്റെ വെയിറ്റ് പ്രോബ്ലം എത്ര കിലോ ആണ്? ചിലപ്പോൾ 3 കിലോ ആണ്, 4 കിലോ ആണ്. അതൊന്ന് പ്രോബ്ലം ഒരു 3-4 കിലോ മാത്രം ഒരു അമ്മ കൂട്ടിയാൽ പോരെ ഭക്ഷണം കഴിച്ച്? No, actually during the whole pregnancy, ideally 10 kg is what we say is healthy. But by saying that, one thing is important: what is your current weight at the time of conception? So that is why a lot of people, before they plan for the child, there are a lot of people who are aware, who come and say that, okay, fine, I'm planning to conceive, I have to lose weight. Correct. There are some sector of people who only say that only because only if they lose weight, probably they can do an IVF. That is one sector of people. Another sector of people are probably pregnant and they want to start a good diet. So what I'm saying is that plan it 6 months prior. Why 6 months prior? Why don't we just try to be healthy overall, and then that is a part of it. So instead of waiting for to conceive and then do treatments, instead of that, probably already if you're following a good diet, you're doing a good physical activity, then definitely you will not require all this. So it all starts from the family. Correct. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേറെ ഈ ലെഫ്റ്റ് ഓവർ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ അമ്മമാരുടെ ഒക്കെ ഒരു ശീലമാണ് അല്ലേ? വീട്ടിൽ എന്ത് ഭക്ഷണം ബാക്കി വന്നു കഴിഞ്ഞാൽ കളയാൻ സമ്മതിക്കില്ല, അവര് കഴിക്കും. അതുകൊണ്ട് അനുഭവിക്കുന്ന അവർ തന്നെ ആയിരിക്കും അല്ലേ ഫാറ്റി ലിവർ, അതുപോലത്തെ ഒരുപാട് അസുഖങ്ങൾ അവർ വെറുതെ വരുത്തിച്ചു വെക്കുക. See, I just have one thing to say to all the mothers: please don't do this to your health, because if you don't give priority to your health, you will definitely not be able to take care of the family. The whole idea is whatever leftover foods that the mothers are taking is not what they need. So what happens? നമ്മുടെ ശരീരം ഡസ്റ്റ്ബിൻ അല്ല. Exactly. Your body is like your it's a system because of which you function on a daily basis. So whatever you eat is exactly what you are. And what happens when the mothers, especially are leftover food കഴിക്കുമ്പോഴത്തേക്കും, which is not sufficient for them, ഒരു 1 hour അല്ലെങ്കിൽ ഒരു half an hour കഴിഞ്ഞ്, because of the household works they have, they tend to end up eating something else. And at the end of the day, they complain saying that tired, fatigue, low energy. Because for everyone, especially for homemakers who are definitely doing 100 things in the house, it's a difficult job at the end of the day. But again, by saying that, the majority of the works are all standing works. Let it say that പണ്ടത്തെ പോലെ എനിക്ക് തോന്നുന്നു അമ്മിക്കല്ല് അരയ്ക്കുക അല്ലെങ്കിൽ ആട്ടുകല്ല് അരയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. That is what, see, unfortunately our Indian diet are all high carb diets, and our ancestors required that, which was okay. Let it be like our ancestors, working on the farms. Our mothers, like ee parne pole, there were a lot of things like that, cleaning the floor, getting water from the well. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാം മോട്ടറൈസ്ഡ് ആയി, എല്ലാത്തിനും അവനുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, കല്ലിലല്ല. So a lot of things are there, and unfortunately our lifestyle and the kind of activities we have now are all things that we probably standing and sitting in one place. There is no movement. That is where movement plays a role. So if you talk about research and science, it all says one thing: movement is medicine.
So even if you are, like we spoke before, even if you're working out 1 or 2 hours in the gym, but the rest of the day you're just standing or sitting in one place, you're giving your body more stress. So right now, even when like I have clients coming to me and saying that I do work out and stuff, I do probably 1.5 hour I hit the gym, and yeah, my diet is not proper, so probably, like, I would require help in that. One thing I tell them is that you work out, that is exercise, fine, but movement is also key here. See, as in when we speak, what is exactly burning in our body? Fat oxidation is happening, right? But we know that we want our body, see, our body even during rest does use our calories, something called basal metabolic rate. Even at rest, your body, for normal body functions like eating, sleeping, for all normal body functions, your body requires energy. So definitely one important statement here is to increase your BMR. So movement is also one part of it. Next, three important things: strength training, a high protein diet, and sleep. These are all not negotiable. So if these three factors are right, even for the mothers, strength training is like very important. Without strength training, even for them to do the basic household works, like you said, after 30s, or let's say as we age, we all have muscle loss. So at least to maintain that, strength training is important. So for the mothers to have the right kind of nutrition, right kind of diet, the food that they eat, the kind of workouts they do are definitely very important. So definitely leftover food കഴിച്ചാൽ what will happen is that our insulin sensitivity affect you, our fat deposition of the affect you. So overall, at the end of the day, they end up piling up on medicines. Is what we can see commonly on most household work. പിന്നെ they blame it saying that അത് ബാക്കി വരുന്ന വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പ്രോബബ്ലി അറ്റ് ദി ഏജ് ഓഫ് 50 ആയിരിക്കാം റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ, എനിക്ക് ഇത്ര അസുഖങ്ങൾ വന്നു, പക്ഷെ ഞാൻ വീട്ടിലെ ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ, വെളിയിലെ ഫുഡൊന്നും അങ്ങനെ ഞാൻ കഴിക്കാറില്ല, ഇസ് വാട്ട് ദ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് വി ഗെറ്റ്. ബട്ട് ഈ പറയുന്നത്, what the question you asked me, very few mothers, when we ask them, they tell us അത് ബാക്കി വരുന്ന വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ച് ഞാൻ കഴിക്കുന്നതാ. പക്ഷെ അത് പ്രോപ്പർ ഫുഡ് അല്ലല്ലോ. ബാക്കി വരുന്ന വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് ഞാൻ കഴിക്കും. അവർക്ക് ആവശ്യമില്ലാത്ത കളയേണ്ട ഭക്ഷണം അവരിലേക്ക് ഡംപ് ചെയ്യണം. എക്സാക്ട്ലി. സോ അത് ആക്ച്വലി their metabolism may not support that. ചിലപ്പോ ഹസ്ബൻഡിനും കൊടുക്കുന്ന ഫുഡ് ആയിരിക്കില്ല അവർക്ക് വേണ്ടത്. Her needs are different. So if she is not able to take care of her needs, she'll not be able to support her family. Correct. That is exactly what all the mothers are supposed to actually realize. ഈ മൂവ്മെന്റിന്റെ കാര്യം ശ്രദ്ധ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഈ ഡെസ്ക് ജോബ് ചെയ്യുന്ന IT പ്രൊഫഷണൽസ്, അവർക്കൊക്കെ 8-9 മണിക്കൂറും ഒരുപാട് അനങ്ങാനൊന്നും പറ്റത്തില്ല. പ്രോബ്ലി ദേ മൈറ്റ് ബി ഡൂയിങ് ദ വർക്ക്ഔട്ട്, ലൈക്ക് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ്ങിലായിരിക്കും. എന്തെങ്കിലും ആസ് യു സെഡ്, സ്ട്രെങ്ത് ട്രെയിനിങ് ഇസ് നോൺ നെഗോഷ്യബിൾ, ജസ്റ്റ് ലൈക്ക് ന്യൂട്രീഷൻ. സോ ഈ ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്കാരത് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ആ 8 മണിക്കൂർ പ്രോബ്ലം നിങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ലായിരിക്കും, ശരിയാണ്. പക്ഷെ ആ ഒരു ഓരോ മണിക്കൂറിന്റെ ഇന്റർവെല്ലിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 minutes എടുത്തിട്ട് ജസ്റ്റ് ഡെസ്കിൽ നിന്ന് എണീക്കുക, ചുമ്മാ വെള്ളം പേർപ്പസ്ഫുള്ളി പോയി കുടിക്കുക. സോ ഹൈഡ്രേഷൻ ഇസ് ഓൾസോ വൺ പോയിന്റ് ദാറ്റ് ഐ വാണ്ടഡ് ടു അഡ്രസ് ഓവർ ഹിയർ, ബിക്കോസ് ഹൈഡ്രേഷൻ ഇസ് ദ biggest thing that our generation is facing, dehydration, especially for desktop job workers. കാരണം ഈ ദാഹം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ദാഹത്തിന് മാത്രമല്ല നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് ഇത്ര വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം, അതിൽ വേറെ ചോയ്സ് ഒന്നുമില്ല. എല്ലാവരും ദാഹിക്കും മാത്രം വെള്ളം കഴിയും. അങ്ങനെയാണെങ്കിൽ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കില്ലോ. നമ്മൾ വിശക്കുമ്പോൾ മാത്രമല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നത്, കൊതി വരുമ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പൊ അതുപോലെ തന്നെ ഈ വെള്ളം എന്ന് പറയുന്നത് ദാഹത്തിന് മാത്രമല്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ എണീറ്റ് നടക്കുക, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൈകാലുകൾ സ്ട്രെച്ച് ചെയ്യുക. അതുപോലത്തെ പിന്നെ ഒരു രക്ഷയില്ല. ഇപ്പോൾ മൂവ്മെന്റ് ചെയ്യാനായിട്ട് ഡെഡ് ലൈനിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ വർക്ക് കഴിഞ്ഞിട്ടെങ്കിലും മിനിമം ഒരു 30 minutes നിങ്ങൾ നടക്കുക. സോ ദാറ്റ് ആ ഒരു സെഡൻഡറി ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന്, ആസ് യു സെഡ്, ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് സ്ലഗിഷ് ആവും ഇങ്ങനെ ഒത്തിരി സമയം ഇരിക്കുന്നവർക്ക്. അപ്പോൾ സോ ആസ് ടു പെപ്പ് ഇറ്റ് അപ്പ്, it's better you take a walk at least 20 to 30 minutes. നടക്കുന്നതും നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. See, at least to activate your muscles and everything, you can do a lot of stretches while you're sitting. So to some of my clients, like the category which you mentioned, I usually tell them, like, if you're not able to move at all, at least do some sitting calf raises. Correct. So I usually tell them, definitely the first thing you have to do is that after your meals or post lunch, especially you're a desktop worker, go for a short walk.
go speak to your colleague who's in the second floor or probably in the third floor, or just go, go for a small walk, or a 2 minutes walk at least. If that is not possible, then do standing, calf races. If standing calf races is not possible, then at Seated least calf do sitting races. calf races. There are a lot of things which you can do like that. Your leg races, just stretch your neck, your shoulder. There are a lot of things like that they can do at least while sitting. But this doesn't mean that this is what they are supposed to do. ഈ Definitely. സീറ്റഡ് കാഫ് റേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചാണ് ഈ സീറ്റഡ് കാഫ് റേസ് ചെയ്യുമ്പോഴും ബേസിക്കലി യു ആർ ബേണിംഗ് കാലറീസ്, Exactly. യു ആർ വർക്കിംഗ് പെരിഫറൽ ഹാർട്ട്. കാരണം കാഫ് എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറൽ ഹാർട്ട് ആണല്ലോ. അപ്പോൾ See, a lot of people might think that just by doing calf races, probably I can just do that. I don't have to work out and I'll burn calories. No, that's not what we meant here. These are all not substitutes, Yeah. but like we say, something is better than nothing. This is something they can consider including into their schedule, right? correct. And also, when we're talking about workouts, so a lot of people say that, okay, today I took 10 kgs, next week I took 12 kgs, probably after some time I'm going to increase into, higher weight. How exactly do you think increasing weights is important? And obviously you say in the gym, put your ego aside. So how important is it to maintain the same weight? And when can a person actually consider taking the next step of increasing their weight? So actually you are talking about progressive overloading. Yes. സോ പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്ന് പറയുന്നത് വെയിറ്റ് മാത്രം നമ്മൾ എല്ലാ ആഴ്ചയും കൂട്ടുക, അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് പാറ്റേണിൽ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊണ്ടുവരുന്ന പാറ്റേൺ മാത്രമല്ല. സി, you have to have a proper mind muscle connection with a particular weight. For example, you are lifting 10 kg, you're doing bicep curls 10 kg, but you have to be very strict with the form and technique. ഫോമും ടെക്നിക്കും പ്രോപ്പർ അല്ലാതെ നമ്മൾ ചുമ്മാ ഞാൻ 15 റെപ്പിറ്റേഷൻ ചെയ്തു എനിക്കിനി കൂടുതൽ വെയിറ്റ് എടുക്കാം, ദാറ്റ് ഇസ് നോട്ട് പ്രോഗ്രസീവ് ഓവർലോഡിങ്. ദാറ്റ് ഇസ് ലൈക്ക് പ്രോഗ്രസീവ് ഓവർലോഡിങ് എ ജോയിന്റ്. സോ ഓട്ടോമാറ്റിക്കലി യു ഗെറ്റ് ഇഞ്ചേർഡ്. നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് മസിലിന് നമുക്ക് ആ ഒരു ആക്ടിവേഷൻ കൊടുക്കാൻ പറ്റിയോ ആ ഒരു 10 to 15 റെപ്സിൽ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് വെയിറ്റ്. പിന്നെ വെയിറ്റ് കൂട്ടാതെ മാത്രം നമുക്ക് എപ്പോഴും വെയിറ്റ് കൂട്ടുന്നതല്ല പ്രോഗ്രസീവ് ഓവർലോഡിങ്. പ്രോഗ്രസീവ് ഓവർലോഡിങ് ഓൾസോ ക്യാൻ ബി ലൈക്ക് വേരിയിങ് യുവർ ഫ്രീക്വൻസി. ഫോർ എക്സാമ്പിൾ നമുക്ക് 5 കിലോ എടുക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ, ഇറ്റ് ഇസ് ഫൈൻ. പക്ഷെ ആ 5 കിലോയിൽ നമുക്ക് ഫ്രീക്വൻസി വേരി ചെയ്യാം. ഫോർ എക്സാമ്പിൾ യു ആർ ഡൂയിങ് ഫാസ്റ്റ് റെപ്സ്, you can vary the range. I mean, you can vary the frequency, you can vary the pace of the movement. Slowly ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാസ്റ്റ് ചെയ്യുന്ന 15 റെപ്സ് നമുക്ക് സ്ലോ ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്ന് പറയുന്നത് എപ്പോഴും വെയിറ്റ് മാത്രം കൂടുതൽ എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. സോ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സ്ട്രെങ്ത് ഡിഫറെൻ്റ് ആണ്, എൻഡ്യൂറൻസ് ഡിഫറെൻ്റ് ആണ്. സോ ഹൗ യു കസ്റ്റമൈസ് യുവർ വർക്ക്ഔട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ. ഈ പറഞ്ഞ പോലെ എല്ലാവരും പല ടൈപ്പ് സ്ട്രെസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ജിമ്മിൽ വരുന്നത്. അപ്പോൾ ടയേർഡായിരിക്കാം. നമ്മൾ നോക്കേണ്ടത് ജിമ്മിൽ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ വെൽ ഹൈഡ്രേറ്റഡ്. ഫസ്റ്റ് തിങ് ബിഫോർ യു വർക്ക്ഔട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1/2 ലിറ്റർ വെള്ളം കുടിക്കുക നിങ്ങൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. വർക്ക്ഔട്ട് പിന്നെ വെള്ളം കൂടി കുറവാണ്, ഒരു ദിവസം വെള്ളം കൂടി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കും, ട്രൈ ടു യൂസ് ഇലക്ട്രോലൈറ്റ്സ് പ്രോബ്ലി. കാരണം നമ്മുടെ ആ ഒരു ബോഡിയുടെ ഒരു ഓവറോൾ ഹൈഡ്രേഷൻ ലെവല് കുറവാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിനെ എന്താ പറയുക ഒന്ന് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന പ്രോപ്പർ ഇലക്ട്ര തന്നെയാണ് പ്രോപ്പർ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. നമ്മളല്ലാതെ ടെട്രാ പാക്കിൽ കിട്ടുന്ന ചെറിയ പ്രോ ലൈറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പ്രോപ്പർ ORS അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് അല്ല. So right now, actually, the government has actually come up with a law that if you have to sell an ORS, it has to be WHO recommended formula. If not, you cannot sell it. So Dr. Shivaranjani, she's the one who's actually protested against this, and it is because of her now we have that law. So if it is an ORS supplement, especially the tetra packets that you mentioned, if it is not mentioned WHO formula, you cannot sell it. So adonde again, what electrolyte you take is important. If at all nothing is possible, at least weetlolla make some lime water and add in like salt and sugar and at least have that. If not, any vitamin C juice, for example an orange juice, add some salt and sugar and you can consume that if nothing else is possible. So there are a lot of things we can actually consider doing it from our house. How to use it and when to use it, that depends on us. Correct. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റി പറഞ്ഞാൽ അതാണ് സംഭവം. അപ്പോൾ ഈ ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ലൈക്ക്
lifting and lifting more weights. Okay, now let's say that one of your clients has started gym. Probably it's been like 6 months. All right, 6 months down the lane, and she probably like is doing a good. If you can see her, she's taking a posture is fine. Her workouts are fine, but maybe the kind of weight she's doing, she's been doing the same weights. There's no progress in that. Do you think it is still fine, or do you think that probably she should consider like like increasing her weights? സി അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഷി ഹാസ് ബീൻ ഡൂയിങ് ദാറ്റ് പെർട്ടിക്കുലർ വെയിറ്റ് ഫോർ how much time. That is very important. So for example, she has been lifting 5 kg for 2 months. It's fine. It's just 8 weeks of training. See, training progress എന്ന് പറയുന്നത് it's beyond your physical strength also. There's so much of the confidence that you get mentally also. So once you start training, there is a lot of changes that is happening inside your brain also. There is a lot of chemicals, I mean positive chemicals like the serotonin, the dopamine, everything is being released during your workout, which is an added benefit which is not addressed so much. So weight training ചെയ്യുന്ന സമയത്ത് ഈ വെയിറ്റ് എടുക്കുന്നത് മാത്രമല്ല, ആ വെയിറ്റ് എടുക്കുമ്പോൾ പുള്ളിക്കാരിക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, അതൊക്കെ ആക്ച്വലി ഇറ്റ്സ് എ പ്രോഗ്രസ്. അതാണ് ഞാൻ പറയും, പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് സയന്റിഫിക്കലി നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് എടുക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാതെ ഇപ്പോൾ ഒരു 8 ആഴ്ച കൊണ്ട് മാത്രം എന്താ പറയുക, ട്രെയിനിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. ആൻഡ് ദിസ് ഇസ് എ ജേർണി വെർ യു ഹാവ് ടു ബി വെരി പേഷ്യൻറ്റ്. നമുക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റുന്നത് ഇറ്റ് ഇസ് ഓക്കെ. ദർ ഷുഡ് ബി സംതിങ് എൽസ് പ്രോബ്ലി യു ഹാവ് ടു ചെക്ക് ഇൻ ടു. ഈ പറഞ്ഞ പോലെ സ്ട്രെങ്ത് കൂടണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല, ദേ ഹാവ് ടു ചെക്ക് ഇൻ ടു എ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ് ലൈക്ക് ദ ന്യൂട്രീഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് യുവർ ന്യൂട്രീഷൻ. കാരണം ബോഡിയുടെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നതിൽ ഏറ്റവും മേജർ റോൾ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ആണ്. വെയിറ്റ് ട്രെയിനിങ് മാത്രം, സി ഐ ഹാവ് കമ്പീറ്റഡ് ഇൻ എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ വേർ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മൾ ഒരുപാട് കാർഡിയും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് മാത്രം വെച്ചിട്ട് നമ്മൾ കാലറി ഡെഫിസിറ്റിൽ വരുന്നത് മാത്രമല്ല നമ്മുടെ ബോഡിയുടെ കോമ്പോസിഷൻ ചേഞ്ച്. യു ഹാവ് ടു ഹാവ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഗോസ് ഇൻസൈഡ് യു ആസ് ഫുഡ്. അതേപോലെ ഉറങ്ങുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സി ഇഫ് യു ഡോണ്ട് ഹാവ് ഇനഫ് റെസ്റ്റ്, ഇഫ് യുവർ ബോഡി ഡസൻറ്റ് ഹാവ് പ്രോപ്പർ റെസ്റ്റ് മീൻസ് യു ഡോണ്ട് റിക്കവർ ഫാസ്റ്റ്. റിക്കവറിയും നമ്മുടെ റിസൾട്ടിലെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി അതർ അണ്ടർലൈങ് ഫാക്ടേഴ്സ്. പ്രോബ്ലി ഹർ ന്യൂട്രീഷൻ ഇസ് നോട്ട് ഗുഡ്, her sleep is bad, she has a very stressful lifestyle. So all these factors come into the play. So as a coach, I will actually look into other factors also. See, when you spoke about the weight, this is something which I want to tell. I'm not someone who believes in weight, because when everyone tells me I want to lose weight or I want to gain weight, one thing that I specifically ask is that, okay, I repeat the question. Can you tell me what you want to lose and what you want to gain? When you say the term weight, it's actually your body water, your body Muscle fat, weight. your body muscle. So what exactly is it that you want to lose, So what people think, the concept weight means, okay, if you have a low weight, you're healthy. A lot of lean people, I mean, I'm sure you must have had clients who had PCOD. There's something called lean PCOD now, wherein probably they look lean, but probably if you take a biochemical analysis tests or you take a DEXA scan, you will be able to know they have a higher body fat percentage. Correct. And their muscle mass is less. So for such people, especially with insulin resistance, this compound workouts, there are different kinds of workouts, which is the bifurcation of resistance training, strength training, everything. Is there any specific thing they need to follow, or is it again structured and individualized for them? PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് റിലേറ്റഡ് പേഷ്യൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ PCODക്ക് മാത്രം പ്രത്യേക വർക്കൗട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. തൈറോയ്ഡുകാർക്ക് ഒരു പ്രത്യേക ഞാൻ പറഞ്ഞ പോലെ വർക്കൗട്ടും ന്യൂട്രീഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ന്യൂട്രീഷനിൽ കുറേ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം. ഈ PCOD പേഷ്യൻസ്, ഈ PCOD പേഷ്യൻസിന്റെ മെയിൻ, ആസ് യു സെഡ്, ദേ വിൽ ബി ഹാവിങ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇസ് ബേസിക്കലി ദ മെയിൻ ഫാക്ടർ ഫോർ എ ലോട്ട് ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി, റൈറ്റ്? സോ എങ്ങനെ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാമെന്നുള്ളത് വളരെ നമ്മൾ ഇപ്പോഴും അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് is the major factor that can reduce your insulin resistance. Right. So you have to combine strength training with proper nutrition. അപ്പോൾ PCOD ഉള്ള ഈ ആൾക്കാരുടെ ഒരുപാട് പേര്
കണ്ടു കഴിഞ്ഞാൽ ദേ വിൽ ബി ലുക്കിംഗ് ഫിറ്റ്, മെലിഞ്ഞിരിക്കും. പക്ഷെ ഈ ടെസ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് PCOD ഇഷ്യൂസ് ഉണ്ടാകുന്നു, റെഗുലർ പീരീഡ്സ് ആയിരിക്കില്ല അവർക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സ്ട്രെങ്ത് ട്രെയിനിങ് ആൻഡ് ന്യൂട്രീഷൻ വേണം. അവിടെ ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ മാത്രം ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല, വർക്കൗട്ട് മാത്രം വർക്ക് ചെയ്യണമെന്നില്ല, ഒരു കോമ്പിനേഷൻ വേണം. So Anand, I have had a patient who's asked me this question. So this was again one of the patients. Probably will have to give her a moderate amount of protein. Again, we do biochemical analysis test at our clinic. So when we did that, we got to know that she has high visceral fat and she has a higher body fat percentage. So when we spoke about how to include protein and fat and everything, basically our food meal patterns, we're discussing that. The one question she asked me is that, okay, so if I have a good protein diet, or let's say I have a high protein diet, will my muscles increase? Can I increase my muscles there? Have you gotten this question wherein you've got like clients telling you, okay, I'll do your strength training and probably that will help me, increasing our muscle mass, so my diet shouldn't matter? Have you come across anyone saying that, where they feel that, okay, probably I'll just work out and maybe I don't need anything protein within that half an hour window, I can just have whatever I want, or probably just go to work? Do you have clients like that? അപ്പോൾ ഈ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ്, ഈ പ്രോട്ടീൻ ഇസ് ദ ബേസിക് ബിൽഡിംഗ് മെറ്റീരിയൽ ഓഫ് യുവർ ബോഡി, റൈറ്റ്? നമ്മുടെ സ്കിന്ന്, ഹെയർ, നെയിൽ എല്ലാത്തിനും എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോട്ടീൻ കോംപ്ലക്സ്, റൈറ്റ്? പ്രോട്ടീൻ വേണം ഒരാൾക്ക് മസിൽ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും ഒരാളുടെ ബോഡി വെയിറ്റ്, അയാളുടെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ ഒരുപാട് ഈ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ മസിൽ മാസ് വച്ചിട്ട് മാത്രം നമുക്ക് ഒരാൾക്ക് ഇത്ര പ്രോട്ടീൻ കൊടുക്കാൻ പറ്റത്തില്ല. ദർ ഇസ് എ ലോട്ട് ഓഫ് അയാളുടെ ലൈഫ് സ്റ്റൈൽ നോക്കണം. അപ്പോൾ പ്രോട്ടീൻ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ മാത്രം മസിൽ ബിൽഡ് ചെയ്യുന്ന ഒരിക്കലും ഇല്ല. പ്രോട്ടീൻ മാത്രം കഴിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയ മസിൽ വരും? ഇല്ല. യു ഹാവ് ടു വർക്ക് ഔട്ട്. സി, വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ദർ ഇസ് എ പ്രോസസ് വിച്ച് ഇസ് ഹാപ്പനിങ് കോൾഡ് ഹൈപ്പർട്രോഫി. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ, യു ഗീവ് ആൻ അഡീഷണൽ സ്ട്രെസ് ടു യുവർ മസിൽ ഗ്രൂപ്പ്സ്. സോ അവിടെ ഒരു സെല്ലിന്റെ എൻലാർജ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അത് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഇഫ് യു ഗീവ് പ്രോട്ടീൻ, obviously you will have muscle growth. See, a lot of people say that, okay, 80% diet and 20% workout. Do you agree to that, or do you feel that that's not how it works? Yeah, I totally believe in that, because nutrition is the major driving force. Body composition can be changed. Weight training അല്ലെങ്കിൽ strength training വെച്ചിട്ട് മാത്രം you cannot transform a physique. For complete physical transformation, you need a combination of both. Priority should be given to nutrition, 100%. Workout below that. Sleep, everything. Okay. I would actually line it up as nutrition, sleep, which is recovery, then your workout. നമ്മുടെ ന്യൂട്രീഷനും പ്രോപ്പർ അല്ല, ഉറക്കവും പ്രോപ്പർ അല്ലാതെ I would say to a client that probably need to check on his sleep. Take a day off. It is okay. ഞാൻ ഇന്ന് ട്രെയിനിങ് മിസ്സായി, വറി ചെയ്യണ്ട. You have to worry about other factors like how well did you eat today? How hydrated you were today? ഇന്നലത്തെ ഉറക്കം എങ്ങനെയാണ്? ഈ 3 ഫാക്ടേഴ്സും വെച്ചിട്ട് മാത്രമേ നമുക്ക് പുള്ളിക്ക് ട്രെയിനിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ ഈ 3 ഫാക്ടേഴ്സ് മോശമായിരിക്കും. There will be also other blood parameters like their vitamin D, their B12, all those factors also comes into play. Definitely. See, this is one thing that I tell my patients, especially someone who is diabetic. I tell them, if at all, let's say you're not able to work out 5 days a week, 6 days a week, it's okay. It's completely okay. 3 times a week, if you're able to do, you're good. If not, something that I try like asking them to follow is that when you're doing workout, make sure you don't leave more than 2 days gap, because after you work out, especially after you strength train, your insulin levels are very good for 48 hours. And after 48 hours is when probably it will slowly start shooting down. How much can you relate to it? I'm sure you have even people with a lot of clinical conditions who probably a doctor or nutritionist must have sent and said, okay, you need to lose weight. Sometimes doctors, what they say is that lose weight. They will not correctly say that, okay, fine, lose fat. Yeah, lose fat. Or what exactly is supposed to lose weight? Go to a nutritionist or go to a gym. What is your take on this? ശ്രദ്ധ പറഞ്ഞ പോലെ 3 ദിവസത്തെ സ്ട്രെങ്ത് ട്രെയിനിങ് മതി. പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ ഇന്നാക്റ്റീവ് ആയിട്ട് ഇരിക്കണം എന്നല്ല. അറ്റ്ലീസ്റ്റ് the minimal, I would say that you have to go for at least 30 minutes walk. So alternate days. So in Monday, you did a proper gym workout.
Tuesday, you want to take it off, but you go for a walk. Make sure that you go for a walk. There is no compromise on that. As you said, ആ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആ ഒരു വിൻഡോ ടൈം എന്ന് പറയുന്നത് 48 hours ആണ് ആഫ്റ്റർ യു ട്രെയിൻസ്. ബിക്കോസ് വി നോ ദാറ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴല്ല, വർക്ക്ഔട്ട് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി യു ബേൺ എ ലോട്ട് ഓഫ് കാലറീസ്. So that's the difference between cardio and strength training. So honestly, personally, if you ask me, I'm little partial in this. I love strength training more than cardio. Reason because while we do cardio, we know it's while you're doing it, you're burning your energy, you're burning your calories and all the good things happening. But the strength training, all the good things happen after you do it, while you're at rest. So that is why I would actually personally, I have a reason. Strength training is intensity നോക്കി കഴിഞ്ഞാൽ strength training has a high intensity level than doing a slow paced cardio. Exactly. So cardio can be like a high intensity stuff as well as a slow paced cardio. In a slow paced cardio, basically you are not focusing on burning calories, to be very frank. Exactly. You're trying to burn your subcutaneous fat. Right. Okay. പിന്നെ അതിൻ്റെതായ ബെനിഫിറ്റ്, നമ്മുടെ കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ്, നമ്മൾ 120 to 130 റേഞ്ചിൽ നമ്മുടെ ഹാർട്ട് റേറ്റിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴാണ് യു ഗെറ്റ് ദാറ്റ് പ്രോപ്പർ കാർഡിയോവാസ്കുലർ റിസൾട്ട്, വിച്ച് ഇസ് എനേബിൾഡ് ഓൺലി ത്രൂ ഡൂയിങ് സ്ലോ സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ. ആ ഒരു the duration matters. ആ ഒരു 15 minutes കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഈ ശ്വാസമുട്ടുള്ള ആൾക്കാർ, പാൽപിറ്റേഷൻ കൂടുതലുള്ള ആൾക്കാർ, they all actually should do cardio along with strength training. കാരണം strength training ചെയ്യുന്ന സമയത്ത് you are missing out on a small factor which is your heart rate. ആ ഹാർട്ട് റേറ്റ് ഒരു സസ്റ്റൈനബിൾ ലെവലിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ശരിക്കും നമ്മുടെ ഹൃദയത്തിന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഈ zone 5, zone 4, zone 3 വർക്കൗട്ട്സ് ഒക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്. ഹൈ ഇൻറ്റൻസിറ്റി is good but not good for everybody. If you are a high BP patient, I wouldn't suggest doing a very high intensity workout. If you are having a history of cardiac issues, I wouldn't. They have to adjust their body so that they can be primed to a high intensity workout. So ഞാൻ പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണം. അയാളുടെ ഹെൽത്ത് ഹിസ്റ്ററി നമ്മൾ അറിയണം, അയാളുടെ ഒരുപാട് ഫാക്ടേഴ്സ്. ആസ് എ കോച്ച് ഐ വിൽ ബി ക്ലോസ്ലി വാച്ചിങ്, വാസ് ഹിസ് സ്ലീപ്പ് ഓക്കെ, വാസ് ഹിസ് ന്യൂട്രീഷൻ ഓക്കെ, ഇസ് ഹിസ് സ്ട്രെസ് ലെവൽ ഓക്കെ, how much stress he has encountered outside before coming to the gym. So all these matters actually. So this might be a little probably everyone may not agree to this, but something I want to ask you is that do you actually think every coach can give out diet plans? Okay. You being a health and fitness coach, probably you are the right person to answer it. Can coaches give diet plans? Okay. Me personally, I am a sports nutritionist also. So unless otherwise you are a trained professional in giving nutrition, you should not. എന്താ പറയണ്ടേ, ജിമ്മില് ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നത്, ഹീ ഈസ് നോട്ട് അഡ്വൈസ് ടു ഗീവ് ഡയറ്റ് ടു ദ ക്ലയൻസ്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധ എൻ്റെ അടുത്ത് പറയാണ്, ആനന്ദ് എനിക്കൊരു ഡയറ്റ് വേണം, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധ എടുത്ത് പറയുന്നത് ഡയറ്റ് ഞാൻ ഇന്ന് പറഞ്ഞ നാളെ കിട്ടുന്ന ഒരു ചാർട്ടല്ല ഡയറ്റ്. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1000 ഡയറ്റ് ചാർട്ട് കിട്ടും. അതല്ലല്ലോ, ഒരാളുടെ ശരീരം, വെയിറ്റ്, ഭാരം, തൂക്കം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അയാളുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് നോക്കണം. ഇതെല്ലാം അനുസരിച്ചിട്ട് ഒരുപാട് പണി വേണ്ട സാധനമാണ് അല്ലേ, ഒരുപാട് സമയം എടുക്കുന്ന ഒരു സാധനമാണ് ഒരു ഡയറ്റ് ചാർട്ട് പ്ലാൻ ചെയ്യുക. കാലറി ട്രാക്ക് ചെയ്യണം, ഒരു പഴത്തിൽ എത്ര കാലറി ഉണ്ട്, ഒരു ചായയിൽ എത്ര, ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അത് നല്ല ജോലിയുള്ള പരിപാടിയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ചുമ്മാ നമ്മൾ ഗൂഗിൾ നോക്കി തപ്പി ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കുന്നത് വളരെ ഈസിയാണ്. അങ്ങനെ ഒരു ന്യൂട്രീഷൻ will not be working like that. See, that's what a lot of patients have this assumption that okay, today probably they come for the consultation and probably in an hour or two or next day, diet charts are given. So there are a lot of things again, like we have clients coming into me also, Anand, എനിക്ക് ഡയറ്റ് ചാർട്ട് പറഞ്ഞ് കിട്ടിയില്ല. Time. It takes time. You have to sit and calculate. You should understand your blood works. So actually, we have been like collaborating. So actually, you being near to my gym, actually, it's a good thing for me also. I can actually send them to you. So that's what. So when you send your clients to me, and once I take the BCA report, their biochemical analysis report, it gets easier for me. I don't have to worry because I know once you get the report, you exactly know. Okay, fine, the muscle mass is less or the fat mass is this much fat. So again, it's a motivation because again, by next month, they're not focusing on their weight. They are clearly focusing on what their target is. Probably someone wants to lose their
fat, Hmm. body fat percentage, and probably they'll be able to see again. You must have seen a lot of clients. Yeah. The weight must be constant. Next month, 1 month of workout, diet, everything is good. But next month, probably you see weight is still the same. But once they come for a body composition analysis test, they understand they have actually lost their body fat and gained their body muscle mass. So that is where actually, again, body composition plays a role. So what do you think? Is weight something indicator everyone should look, or that should not some? And we have way beyond that right now. Research is advancing. There are a lot of things happening, but a lot of people are still stuck to weight. Don't you think it's high time that people come out of the factor weight? 100%. ഏറ്റവും നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ 1 gram കാർബ് ഇറ്റ് കൈൻഡ് ഓഫ് അബ്സോർബ്സ് 2 ml ഓഫ് വാട്ടർ. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഇത്ര ml വെള്ളം ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്യും. ചിലർ യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സ്കെയിലിൽ നോക്കുമ്പോഴത്തേക്കും എനിക്ക് 1.5 കിലോ കൂടി. ആ 1.5 കിലോ എന്ന് പറയുന്നത് കമോൺ, ഇറ്റ്സ് വാട്ടർ വെയിറ്റ്. ഇറ്റ് വിൽ ബി ഗോൺ ഫ്രം യുവർ ബോഡി അറ്റ്ലീസ്റ്റ് ഇൻ ലൈക്ക് 3-4 ഡേയ്സിനകത്ത്. ആ ഒരു 1.5 കിലോ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോബ്ലി ദേ ഹാവ് ടു ലൈക്ക് റീതിങ്ക് ആൻഡ് ലുക്ക് ഇൻ ടു ദർ ഡയറ്റ് ഓർ സംതിങ്, ബിക്കോസ് ദർ വിൽ ബി സംതിങ് ദാറ്റ് ദേ മൈറ്റ് ബി ഡൂയിങ് റോങ്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ആണ് അല്ലേ. നമുക്കറിയാം 80% ശരീരത്തിന്റെ ബോഡി വെയിറ്റിൽ വെള്ളം, പിന്നെ നമ്മുടെ ബോൺ വെയിറ്റ്, ഓർഗൻസിന്റെ വെയിറ്റ്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുമ്പോഴാണ്. അപ്പോൾ ശരീരത്തിന്റെ യഥാർത്ഥ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ലീൻ മസിൽ മാസിന്റെ പെർസെൻറ്റേജ് കൂട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് എന്താ പറയണ്ടേ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ആദ്യം ഭാരം കുറയ്ക്കുക എന്നുള്ളതല്ല, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് നല്ല രീതിയിൽ ബോഡി സ്ട്രോങ് ആക്കുക, മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആവുക. അതിന്റെ പ്രോസസ്സായിട്ട് യു ലൂസ് എ ലോട്ട് ഓഫ് ഫാറ്റ് ഫ്രം ദ ബോഡി. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യവും. കാര്യം ശരീരഭാരം എന്ന് പറയുന്നത് നമ്മുടെ വി ആർ ഓൾ ബിൽറ്റ് ഡിഫറെൻ്റ്ലി. ഇപ്പോൾ ഒരാളുടെ സ്കെൽട്ടൺ ഡിഫർ ചെയ്യും, വെയിറ്റ് അയാളുടെ ഹൈറ്റ്, അയാളുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു 15 to 18 കിലോഗ്രാം വരെ ഒരു സ്കെൽട്ടന് ഭാരം ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിലർ എനിക്ക് ബോൺ വെയിറ്റ് ആണ്. അപ്പോൾ ഈ ബോൺ വെയിറ്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു പരിധിയില്ലേ. ബാക്കി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സബ്ക്യൂട്ടേനിയസിൽ കിടക്കുന്ന ഫാറ്റിന്റെ വെയിറ്റ് തന്നെയാണ്. അപ്പോൾ അതാ നമ്മൾ ഈ ഒരുപാട് പേരെ ഈ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു നേരത്തെ മീലും കട്ടി, ലിറ്ററലി പറയുകയാണെങ്കിൽ 2 നേരം മീൽ കട്ടിന്നവരുണ്ടോ, പട്ടിണി കിടക്കും. അപ്പോൾ ഐഡിയലി എന്താണ്, വാട്ട് ഈസ് യുവർ അഡ്വൈസ്? ലൈക്ക് നമ്മൾ 2 നേരം കഴിക്കണോ, 3 നേരം കഴിക്കണോ, അത് 1 നേരം കഴിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ആണ് ഒരു ബേസിക്കലി പട്ടിണി കിടക്കുന്ന. See, I'll tell you what happens to your body when you starve. Okay. So basically, first your body uses glucose for your energy, for your daily energy needs. After that, let's say that enough glucose is not there in our body. Then our body uses fat. Okay, fat is also utilized. At your body takes over ketones. Okay. At what happens? Slowly it takes a toll on your health. Fatigue, mood swings, irritability, brain fog, all these happens when you starve. So definitely the answer for that is that if you're deciding to starve, in most of the people who's on a weight loss journey, who's trying different influencers diet or very strict diets or mad diet, which is like 1 meal a day, all these symptoms are very common. So if you're okay with this brain fog, irritability and all these hormonal fluctuations, then maybe you can consider doing the starving. See, at the end of the day, we all need energy for normal functions. And let's say our body ki enough glucose, enough fat is not there. Again, actually, brain only uses glucose as a fuel for our activities. Other enough fat definitely fat is what, like, your brain definitely cannot like use fat. It will convert into carb, and definitely that's how it uses it. So if that is not being provided to your brain, definitely you will not be able to function properly in your daily movements. So if that has to happen at your cellular level, hormonal level, a balanced diet is always your go-to meal. There is no doubt about that. ഇത് പറഞ്ഞ വേറൊരു കാർബോഹൈഡ്രേറ്റ്സ് ഐഡിയലായിട്ട് കഴിക്കേണ്ട ഒരു സമയമുണ്ടോ? അല്ലെങ്കിൽ ഇന്ന സമയത്ത് മാത്രമേ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ പ്രോട്ടീൻ ഈ സമയത്ത് കഴിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്, അങ്ങനെ? See, what is carbs? Your every meal has carbs. From your rice to vegetables to everything has carbs.
So that concept of where people say that ചോറ് കട്ട് ചെയ്തിട്ട് പകരം ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് both പറയുന്നത്. has carbs. If you see a 100-gram rice, 100-gram chapati, it's almost the same. There is no major difference. Only difference is that probably when you're eating rice, the quantity you eat is a lot. Chapati, when you have maybe 1 or 2, you must be having, and probably some curry. But rice, what happens is that the quantity is what plays a role there. കറിയുടെ കൂടെ നന്നായിട്ട് കുഴച്ച് കഴിക്കും. Definitely. So portion size is what plays a role. When you speak about carbohydrate, definitely what kind of carbohydrate plays a role. For example, കുറെ പേര് ഇതുപോലെ ചോറ് കട്ട് ചെയ്ത് ചപ്പാത്തി കഴിക്കും, പൊറോട്ട കഴിക്കും, നാൻ കഴിക്കും, ബ്രെഡ് കഴിക്കും, saying that it's maybe healthy, I'll have bread and omelette. That's carbs at the end of the day. So what actually goes into your mouth is also important. Ultra processed snacks, for example, your breads, the cookies you get, biscuits, all that. Diabetic ulla alkar, they will say that okay fine, എനിക്ക് ഷുഗർ ആണ്, ഞാനപ്പോൾ ഷുഗർ കട്ടിലാണ്, ഞാൻ ആക്ച്വലി കൂടുതൽ ഷുഗർ ഒന്നും കഴിക്കത്തില്ല, അവരതുകൊണ്ട് കേക്ക് കഴിക്കത്തില്ല, they'll avoid a lot of, they'll avoid eggs, whole eggs avoid you, egg yolks they avoid. But what happens, പൊറോട്ട കഴിക്കുന്നതിന് കുഴപ്പമില്ല, ചായയിൽ മധുരം പാടില്ല, പക്ഷെ ബാക്കിയുള്ള ബൺ ബ്രെഡ് ബാക്കി അതൊക്കെ കഴിക്കണേന് ലൈക്ക് they are okay with that. ഡയറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കില്ല, മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല, ചിലപ്പോൾ പപ്സ് കഴിക്കും, അല്ലെങ്കിൽ അത് കഴിക്കും. അതേപോലെ മുട്ടയുടെ മഞ്ഞയെ കഴിക്കില്ല, പൊറോട്ട കഴിക്കും. എഗ്, ഈ മഞ്ഞ ശരിക്കും നമ്മൾ കളയേണ്ട ആവശ്യമുണ്ടോ? Not at all. See, in fact, നമ്മുടെ dietary cholesterol, that is whatever cholesterol that comes from our diet, only 15% of that actually has an impact on our blood work. So if you ask me, മുട്ടയുടെ മഞ്ഞ കഴിക്കാവോ, you must have it. ഒരു 10 മുട്ട ഡെയിലി കഴിക്കുന്ന ഒരാൾക്ക് എത്ര മഞ്ഞ കഴിക്കാം? 10 മുട്ട, you mean whole eggs or just egg white? Whole eggs. See, again, I would not say, if you ask me a person, someone can have 10 eggs, I will definitely first say 10 muttayo. No, I will say that. But if I have to go into the detail, I'll definitely see what is his physical activity, what his blood markers are. Is he competing for anything? Is he someone probably who's looking into bodybuilding? There are a lot of people probably our rice ബാക്കിയുള്ള like cereal composition അവർ complete ആയിട്ട് cut ചെയ്തിട്ട് probably they'll concentrate only on protein. So in that factor, a lot of protein people might actually take just 10 eggs. So if you ask me in general, ഒരാൾക്ക് 10 മുട്ട കഴിക്കാൻ പറ്റുമോ, I'll say don't like it, because randomly when people hear, if I say that 10 മുട്ട ഒക്കെ കഴിക്കാം, tomorrow people they'll start eating 10 eggs. That's not how it works. Correct. For everyone, it's definitely different. Let's say you're someone who has a high cholesterol, lipid profile is very high, then you should definitely have a small restriction on your foods. Especially when it comes to egg yolk, then you not that you should completely avoid it. You must take egg yolks, but definitely not 10 eggs. Next, depending upon your goal, right? Exactly. Somebody who is like cutting down on a lot of carbohydrates, he's cutting down on a lot of other parameters like sugar and everything, probably, and his aim is to compete in a competition, then he can probably have 10 eggs. It doesn't mean that everybody can have 10 Have 10 eggs. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒരു നേരത്തെ മീൽ കട്ട് ചെയ്തിട്ട് കുറെ കട്ട് ഫ്രൂട്ട്സ് കഴിക്കും. ഞാൻ ഡയറ്റ് ആണ്, എനിക്ക് കട്ട് ഫ്രൂട്ട്സ് മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? So what are fruits? Fruits are, again, at the end of the day, അതിലുള്ളത് is fructose, which is a kind of sugar. So at the end of the day, when you're having fruits, end product is just glucose. At least instead of that, when you have a meal, a proper balanced meal, at least you have enough fiber, you have enough protein. It's a full like a combined balanced meal. Other than if you're having fruits, it doesn't make any sense. And again, I would not suggest anyone to have any kind of fruit after 5 p.m. Ideally, after 5 p.m., definitely your metabolism slowly, slows down. Your body wants to wind up. So any dinner you have technically is supposed to be a light meal. But again, let's say someone who's having a heavy workout in the night. There are a lot of people who do like workouts in the night. They come up tired, and if I tell them, don't have dinner, that will not work. Of course, after a workout, within that span of time, or 1 hour, half an hour span of time, they should have a protein-rich meal. But ideally, if you say for your metabolism, after 5 p.m., definitely it's always better to go very low on your meals. Okay. As a health coach, my take on whey protein and creatine is different. Do you suggest whey protein and creatine to your clients? Of course I do. Why not?
Why should we not? I mean, there are a lot of misconception around creatine and whey protein. Creatine is one of the most researched supplement. Most researched supplement. It's just not for athletes or anyone who goes to the gym. Even like women who's having PCOD, postmenopausal, for a lot For of your brain beautiful. health, like for Definitely. Alzheimer's, Parkinson's. Definitely. For all these things, creatine can do wonders. പക്ഷെ എങ്ങനെ what time to take, when to take it, a lot of things play. എനിക്ക് It തോന്നുന്നു matters. ഈ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരന്റെ അമ്മയ്ക്ക് സിംഗപ്പൂരിലെ ഒരു ഡോക്ടർ ഇൻ സിംഗപ്പൂർ ദേ ആർ സജസ്റ്റിംഗ് ക്രിയാറ്റിൻ ഫോർ അൾഷിമസ്. Yes, definitely. The research talks about it. So അതാ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഇപ്പോഴും ആ ക്രിയാറ്റിൻ എന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ എലമെന്റ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. For them, creatine is like, oh, why creatine? അത് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. നമ്മുടെ ഈ ബ്ലഡ് പാരാമീറ്റർ എടുക്കുമ്പോൾ കിഡ്നിയിൽ നിന്ന് കിട്ടുന്ന ക്രിയാറ്റിനൈൻ എന്ന് പറയുന്ന വാല്യൂ ക്രിയാറ്റിനും സെയിം ആണെന്ന്. When I have a lot of people saying, പക്ഷെ എന്റെ ക്രിയാറ്റിൻ കൂടത്തില്ലേ ഇതെടുത്താ, there are a lot of misconceptions around that. But creatine is something, again, check with your nutritionist or qualified nutritionist or your doctor when you're taking, before you're getting creatine. If you are already under any medication or if you are diagnosed with any disease condition, definitely do a check. But ideally, if you see, creatine is a wonderful supplement. I'll definitely suggest it for anyone. Okay. And what's your take on whey protein? See, whey protein, again, there is a lot of misconceptions around whey protein. One factor is that, let's say that someone's gut is compromised. They have a lot of inflammation. അങ്ങനെയുള്ള ആൾക്കാർക്ക് we technically say, okay, fine, let's not start with whey. Like lactose intolerant. Yes, lactose intolerant, digestion issues, IBD, IBS, അങ്ങനത്തെ issues ആയിട്ടുള്ളവർക്ക്, anyone with a gut sensitivity, of course, we cannot give them whey protein. പക്ഷെ അതല്ല, അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്, why not? കാരണം ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേ പ്രോട്ടീൻ തന്നെ അതിന്റെ കോൺസെൻട്രേറ്റഡ് വേർഷൻ ഉണ്ട്, ഐസൊലേറ്റ് വേർഷൻ ഉണ്ട്. സോ ഐസൊലേറ്റ് വേർഷൻ പ്രോബ്ലി ഇറ്റ് വിൽ നോട്ട് കോസ് എ ലോട്ട് ഓഫ് ഇറിറ്റബിലിറ്റി ഇൻ യുവർ ബവൽസ്, റൈറ്റ്? It will not, but again, initially once we start off, we'll definitely not suggest whey protein. Someone with a lot of gut issues, definitely നമ്മുടെ initial, അതാ ഞാൻ പറഞ്ഞത്, once you correct that gut, once that correction is done, then whey is something which they can consider. But once we start off with a dietary treatment plan, definitely ആദ്യത്തെ മാസം തന്നെ നമ്മൾ whey suggest ചെയ്യാറില്ല. Slowly, once the gut is corrected, we can definitely slowly ask them to start taking whey. കാരണം വേ പ്രോട്ടീൻ ഒരു കാലത്ത് സ്റ്റിറോയിഡ് എന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. വേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഈവൻ കുട്ടികൾ വരെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ജിമ്മിലൊക്കെ പോയി തുടങ്ങുമ്പോൾ. അപ്പൊ അതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷൻ ഒരുപാട് പേർക്ക് അറിയാം. People knows about it, and if you're not able to supplement, see, first thing is always through food. If you're not able to supplement from food, of course, please have a protein powder. There's no harm in it. Correct. Unless and until you have any kidney issues, there's no problem when you're taking a protein supplement. Okay. One more thing I wanted to ask is that how much protein somebody should have? ഇപ്പോ ഒരേ അളവിലുള്ള പ്രോട്ടീൻ അല്ലല്ലോ എല്ലാവർക്കും വേണ്ടത്, ഒരേ അളവിലുള്ള കാർബ്സും അല്ല. How do you kind of like differentiate individual to individual? അവർക്ക് എത്ര പ്രോട്ടീൻ ആണ് വേണ്ടത്, എത്ര കാർബ്സ് ആണ് വേണ്ടത്? See, generally when we speak, we usually have different formulas to calculate this. Generally, okay, we can say probably, okay, you start from 1.5 to 1.2 grams of, protein per kg of body weight. You say that, but again, this is not something which everyone can take or tolerate. Again, let's say that what is your goal, weight loss, or if you want to weight gain, or let's say you're having any clinical condition, let's say you're diabetic. Ellavarkum you cannot say that they all fit under the same criteria. Again, when we talk about protein is not the only thing you need to focus on. Protein is definitely 100% important. Adinte kude enough fiber which comes from your vegetables, and protein, of course, we spoke about that, and carbs. All this together constitutes your total calorie intake. So that is also important. Just when we speak about this food plate, that's an important thing whenever we give our patients the chart. ഞങ്ങളുടെ ചാർട്ടിൽ വരുന്ന ഫസ്റ്റ് ഇമേജ് is actually the food plate. For example, let's say your food plate will definitely be way different from mine. Maybe if we check your food plate, protein ആയിരിക്കും that ആനന്ദ പ്ലേറ്റിന് കൂടുതൽ വേണ്ടത്, and maybe then vegetables, and maybe ഏറ്റവും ചെറിയ പോർഷൻ ആയിരിക്കും probably your rice or oats, any cereals. So each body composition, each meal plate will be different. Protein requirements will also be different for everyone. കാരണം ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ ഇവിടുത്തെ ഒരു മലയാളികളുടെ ബേസിക് ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ രാവിലെ
ഇഡ്ഡലി, ദോശ, പുട്ട്, ഉപ്പുമാവ്, അങ്ങനെ എന്തെങ്കിലും. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചട്നിയോ സാമ്പാറോ, ഉച്ചയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ചോറും അറ്റത്ത് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് മലക്കറിയും, പിന്നെ 1-2 പീസ് ചെറിയ പീസ് ഫിഷോ, പിന്നെ പപ്പടവും. രാത്രി വീണ്ടും ചിലപ്പോൾ രാവിലത്തെ പലഹാരം തന്നെ കഴിക്കുക. അതാണ് ബേസിക് റുട്ടീൻ. എന്നിട്ട് പ്രോട്ടീൻ കഴിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളന്ന് സംസാരിച്ചല്ലോ, പ്രോട്ടീൻ കഴിച്ചോന്ന് ചോദിച്ചാൽ പറയും ഞാൻ പ്രോട്ടീൻ കഴിച്ചല്ലോ. രാവിലെ ചിലപ്പോൾ ഒരു മുട്ടയായിരിക്കും, ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒരു ചെറിയ 2 പീസ്, ഒരു ദിവസത്തെ പ്രോട്ടീനായി. Anand, forget about that. I've had a lot of patients who's telling me, morning endu kaichu. Okay, ma'am, you told me to have protein food. I had idli and sambar. How much protein is there in your sambar? ഈ സാമ്പാർ എന്ന് പറയുന്ന whatever lentils or dal that you add, do you think you're eating that much? That is not there. And let's say that I ask them to add a non-veg. ഒരു non-veg idum kuda add. If it's like a non-vegetarian person, I ask them to add a non-veg. They probably will add 1 egg. Okay, idli under, sambar under, 1 egg is there. My protein is done, right? No, it's not done. That is not what we call protein rich. Let's say, as per the dietary protocol, your diet requires more protein than your vegetables. Definitely, in your food plate, your protein should be the highest. So let's say that it's your lunch. So what I usually tell my patients is that when you serve, take your proteins first, then your vegetables first, and last may you take your rice or oats or chapati, whatever it is. So this is what will help us to identify in a food plate, okay, have we taken the right composition or not. So anyway, the major portion should be protein, right? Major portion ideally should be protein if your dietary protocol says so. So this is also actually different for each people. So for diabetic patients, I would always say like target your vegetables first and then your protein. Protein is definitely important for them. Okay, but so again, the vegetable quantity should be more than your protein. So for you each mean person, in terms of quantity or in terms of calories? In terms of quantity. In terms of quantity. Because that will help them bring down the protein. We know definitely helps to help with your satiety. But again, the fiber in your vegetables does so and helps to bring down your glucose spike. So both protein and vegetables, that combination works magic. So this is so idan I parna, for each person individualized, your age, your gender, your goals, your blood parameters, a lot of things makes a huge difference. ഈ വീഗൻസിന് പൊതുവേ അവർക്ക് പാൽ പ്രോഡക്ട്സ് ഒന്നും എടുത്തുകൂടാ. അതുപോലെ ഡയറ്റില് പ്രോട്ടീന്റെ എലമെന്റ് കൊണ്ടുവരാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. വാട്ട് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് യു സജസ്റ്റ് ഫോർ വീഗൻസ്? See, a lot of vegans, we have to supplement them with a lot of dietary supplements is suggested actually for like these plant-based protein and so vitamin B12 is something that we usually see them suffering from. We see them vitamin D. Like even though I'm sure that even non-vegetarians do have vitamin D, that's become very common now. But sure, for vegans, definitely vitamin D. Iron is also very low in them. Iron, zinc, B12. ഇതൊക്കെയാണ് common ആയിട്ട് കാണുന്ന deficiencies. So for these people, definitely if they want to follow it, they can follow it. പക്ഷേ these supplements are something which we usually suggest. And for vegans, it's mostly actually the beans and lentils is what we try to make sure that, they have more in their diet. Still, it's not a complete source of protein, right? So that's what. So the only difference between non-veg source of protein and veg source of protein is that non-veg source of protein, the absorption happens at a faster rate. Vegetarian source, it does happen, but in a slower rate. So what we do is that when we make combinations, we make combination of pulses and legumes. So ഒരു meal it should be a combination. So ഒരു lentil matra, ഒരു source of lentil matra എടുത്തിട്ട് it won't do the job. You have to combine it. കാരണം ഈ കംപ്ലീറ്റും ഇൻകംപ്ലീറ്റ് സോഴ്സ് പറയുന്നത് ഈ അമിനോ ആസിഡ് പ്രൊഫൈലിൽ നോക്കുമ്പോഴത്തേക്കും you have to combine foods, right. So that's how we usually do it. And it's something that I have to ask you is that in gym you can see a lot of people when they work out, you heard this term called burned. Okay, fine. I think I'm getting burned. I can feel the burn. Do you think that, or is it how it works that only if you feel the burn, actually something is working? Or is that concept wrong? ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മസിൽസിൽ ആ ബേണിംഗ് സെൻസേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ആ ലാക്റ്റിക് ആസിഡിന്റെ ഫോർമേഷൻ ആണ്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാക്ടേറ്റ് എന്ന് പറയുന്നത് മസിൽസിൽ ഫോം ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ള ടോക്സിക് വേസ്റ്റ് ആണ്. In a way, it's a good thing that because you know that the workout has been productive. പക്ഷെ ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ ഉണ്ടാകുന്നത് മാത്രമാണോ പ്രൊഡക്റ്റീവ് വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഈ വർക്കൗട്ടിന്റെ മെയിൻ കോൺസെപ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ
നമുക്കൊരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആ ഒരു ഫോക്കസും ട്രാൻസ്ഫോർമേഷനും വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇത്ര റെപ്സ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മളൊന്നും എന്താ പറയണ്ട, ഈ മോട്ടിവേഷൻ ഇല്ലാതെ പോകണ്ട. ഇപ്പോൾ ബേൺ എന്ന് പറയുന്നത്, ആസ് യു പ്രോഗ്രസ്, ആസ് യു ഗെറ്റ് ബെറ്റർ വിത്ത് യുവർ ട്രെയിനിങ്, ദ മൈൻഡ് മസിൽ കണക്ഷൻ ഗെറ്റ്സ് ബെറ്റർ. പിന്നെ ചില മൂവ്മെന്റ്സിന് നമുക്ക് ആ ബേൺ എപ്പോഴും ഫീൽ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഐസൊലേറ്റ് മൂവ്, ഇപ്പൊ ലെഗ് എക്സ്റ്റൻഷൻ മൂവ്മെന്റ്, ക്വാഡ്സിന് നമ്മൾ കാലിന് ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് ബേൺ ഫീൽ ചെയ്യും. ബൈസെപ്സിന് ചെയ്യുന്ന ചില വർക്ക്ഔട്ട്സിൽ നമുക്ക് പെട്ടെന്ന് ബേൺ ഫീൽ ചെയ്യും. അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ചെസ്റ്റിന്റെ വർക്ക്ഔട്ട് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ലാറ്റ്സിന്റെ വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ വർക്ക്ഔട്ട് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ബേണിന്റെ സെൻസേഷൻ മാറും. അപ്പോൾ ബേൺ എന്ന് പറയുന്നത് ഐഡിയലി ഒരു വർക്ക്ഔട്ട് പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു നല്ല വർക്ക്ഔട്ടിന്റെ മെഷർ അല്ല. So do you think that when people do these different kinds of workout, when you schedule or plan these workouts, is there any specific kind of thing they have to focus on? Let's say some people say, okay, in the bicep, not a tricep, in a chest, and probably, especially when it comes to men, they probably would take one day for their leg, or probably some don't. They concentrate more on the upper body. Do you think that overall body should be checked after, or is it that you have to concentrate on one body part a day? വർക്ക്ഔട്ട് എപ്പോഴും ആസ് എ ബിഗിനർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്പ്ലിറ്റ് വർക്ക്ഔട്ട്സ് ആയിരിക്കും. സ്പ്ലിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 ബോഡി പാർട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 1 ബോഡി പാർട്ട് ഒരു ദിവസം എന്നുള്ള രീതിക്ക് എന്നുള്ള ഒരു അപ്രോച്ചിനെ കാട്ടിയും ആസ് എ ബിഗിനർ വെൻ യു സ്റ്റാർട്ട്, ഫസ്റ്റ് യു നീഡ് ടു ഹാവ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ ബോഡി. അപ്പോൾ മൂവ്മെന്റ്സ് ആദ്യം മനസ്സിലാക്കുക. സ്ക്വാട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ബേസിക് മൂവ്മെന്റ്സ്, പുഷപ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബെഞ്ചിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ഡംബിൾ എടുത്ത് ചെയ്യും. അപ്പോൾ യു ഷുഡ് ഹാവ് എൻ ഓവറോൾ ഐഡിയ ഓഫ് ഓൾ ദ വർക്ക്ഔട്ട്സ്. അപ്പോൾ ആ ഒരു മാസം എന്ന് പറയുന്നത് യു ഷുഡ് ബി ട്രൈങ് ടു ഡു എ ലോട്ട് ഓഫ് ഫുൾ ബോഡി വർക്ക്ഔട്ട്സ്. സോ വൺസ് യു ഗെറ്റ് പ്രൈംഡ്, സോ ആ ഒരു 1 month എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കണ്ടീഷനിങ് ഫേസ്. സോ യു ആർ likely to be training your mind and body, so you get proper activations. In the second phase, probably you can do a split workout. ഈ പലരും ഈ ഇപ്പോൾ ബ്രോ സയൻസ് അല്ല ബ്രോ സ്പ്ലിറ്റ് എന്നൊക്കെ പറയും. ബ്രോ സ്പ്ലിറ്റ്, വാട്ട് ഇസ് ബ്രോ സ്പ്ലിറ്റ്? അപ്പോൾ ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു മസിൽ പാർട്ട് മാത്രം ചെയ്തു പോകുന്നതിനാണ് നമ്മൾ ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇറ്റ് ഡസൻറ്റ് ഗീവ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്. ഫോർ മീ, ഐ വിൽ സേ ലൈക്ക് ടേക്ക് 2 മസിൽ ഗ്രൂപ്പ്സ്. നമ്മൾ ഇന്നിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം പുഷ്, പുൾ ആൻഡ് ലെഗ്. പുഷിംഗ് മസിൽസ് നമ്മൾ ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ്. പുൾ മസിൽസ് ആണ് ബാക്ക് മസിൽസ് ആണ് ബൈസെപ്സ്. ലെഗ് നമ്മൾ പ്രത്യേകം ചെയ്യാം. അതല്ല നമ്മൾ യു ക്യാൻ മിക്സ് ആൻഡ് മാച്ച് മസിൽ ഗ്രൂപ്പ്സ്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഡു 2 or 3 muscle groups together to get a better result. കാരണം നമ്മൾ ഇന്നിപ്പോൾ ബൈസെപ്സ് ചെയ്തു അല്ലെങ്കിൽ ആഴ്ചയിൽ ഓരോരോ മസിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യു ആർ ആക്ച്വലി ട്രെയിനിങ് ദാറ്റ് മസിൽ ഗ്രൂപ്പ് only once a week, which is not productive on the longer run. Your results will be actually not very visible. 2 മസിൽ ഗ്രൂപ്പ് എങ്കിലും നമ്മൾ ആഴ്ചയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് ദാറ്റ് റൊട്ടേഷൻ ടൈം. ഇപ്പോൾ 5 ദിവസം വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇന്ന് ഇപ്പോൾ നമ്മൾ മൺഡേ ചെസ്റ്റും ലാറ്റ്സും ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി തേഴ്സ്ഡേ ചെയ്യുമ്പോഴും പുള്ളിക്ക് ആ ഒരു റുട്ടീൻ തന്നെ ചെയ്യാൻ പറ്റും. റുട്ടീൻ സെയിം ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓൾവേസ് ബെറ്റർ ദാറ്റ് യു ട്രെയിൻ യുവർ മസിൽ ഗ്രൂപ്പ്സ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ വീക്ക്, ആ ഒരു ആസ് യു പ്രോഗ്രസ്. അപ്പോൾ എപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മസിൽ ഗ്രൂപ്പ്സിന് ട്രെയിൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്, rather than going with only 1 muscle group. But as a beginner, when you start, it's always better to start with a full body workout. So when you say someone starts working out and they say that, okay, fine, I want to increase my muscle mass quickly, is there any efficient way that you can do that quickly? Is there a quick fix? And one more thing, is it same for everyone? Let's say me and my friend goes, and let's say that we both start working out, probably the same kind of structured program is given to us. Do you think that the kind of effects that we get will be the same, or will it vary for us? Yeah, so that's a good question. Actually, muscle mass എന്ന് പറയുന്നത്, it also how much muscle you can pack on is also depending on a lot of factors like your nutrition, your sleep, all those factors. And just coming into training, ഒരു മനുഷ്യന് ശരാശരി മാക്സിമം 1.5 കിലോ മുതൽ 2 കിലോ മസിൽ മാസ് മാത്രമേ ഒരു വർഷം ഉണ്ടാക്കാനായിട്ട്. ഒരു വർഷം 365 ഡേയ്സിൽ 1.5. That is also I am saying about natural athletes അല്ലെങ്കിൽ naturally. If you enhance, that's a different story. So if your nutrition is good, if your training is good, if your sleep is good, obviously you can pack on like 2.5 kg of muscle per year. But that actually varies from men and women.
ആണുങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ബിക്കോസ് ദേ ഹാവ് അഡ്വാൻറ്റേജ് ഓഫ് ദ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ. ഫീമെയിൽസ് ദേ ഹാവ് വെരി ലെസ് ടെസ്റ്റോസ്റ്ററോൺ, മേജർലി ഈസ്ട്രോജൻ, സോ ദേ ഡോണ്ട് pack on that much muscle like men. Okay. So do you think we should concentrate on training intensity or training volume? Okay. So വോളിയം എന്ന് പറയുന്നത് ഹൗ മച്ച് വർക്ക്ഔട്ട് യു ഡിഡ് എന്നുള്ളതാണ്. അതായത് എത്ര റെപ്പറ്റീഷൻ ചെയ്തു, എത്ര സെറ്റ്സ് ചെയ്തു എന്നുള്ളതാണ്. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, റിസൾട്ട്സ് ആർ കറസ്പോണ്ടിങ് ടു ദ ഇന്റൻസിറ്റി ഡിറ്റർമൈൻസ് യുവർ റിസൾട്ട്. ഇറ്റ് ഇസ് നോട്ട് ദ വോളിയം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബൈസെപ്സിന് 2 വർക്ക്ഔട്ട് ചെയ്തു, ഡംബൽ കേൾസും ചെയ്തു, ഹാമർ കേൾസും ചെയ്തു, 2 വർക്ക്ഔട്ട് ചെയ്തു. ആ 2 വർക്ക്ഔട്ടിൽ നമ്മൾ കൊടുക്കുന്ന മൈൻഡ് മസിൽ കണക്ഷനും അത് അറ്റ് ദ സെയിം ടൈം നമ്മൾ എത്ര ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര സ്ട്രെസ് ആ മസിലിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വോളിയം എന്ന് പറയുന്നത് ഞാൻ ബൈസെപ്സിന് ഒരു 5 വേരിയേഷൻ ചെയ്തു, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഐ ഡോണ്ട് ഫീൽ മൈ പമ്പ്. സോ അത്രയും വോളിയം ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇന്റൻസിറ്റി ഈസ് മച്ച് ബെറ്റർ ദാൻ ദ വോളിയം ദാറ്റ് യു ഡു. കാരണം ഇന്റൻസിറ്റിയിലാണ് എക്സാക്ട്ലി നമുക്ക് ഒരു പ്രോപ്പറായിട്ട് നമുക്ക് റിസൾട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്. വിത്ത് ഹൗ മച്ച് ഇന്റൻസിറ്റി യു ഡിഡ് ദാറ്റ് വർക്ക്ഔട്ട്. പിന്നെ ഈ ഇന്റൻസിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും യു ഡോണ്ട് ഹാവ് ടു ഓവർ ഡു ഓൾസോ ടു ക്രിയേറ്റ് ദാറ്റ് അൺവാണ്ടഡ് ഇന്റൻസിറ്റി. കാരണം ഞാനൊരു പ്രൊഫഷണലിന്റെ കാര്യമല്ല പറയുന്നത്, ആസ് എ ബിഗിനർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ജിമ്മുകളിൽ പോകുന്നതിൽ ഒരു 70% ജസ്റ്റ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ദേ നീഡ് ടു റിക്കവർ ആസ് വെൽ. ഇഫ് യു ട്രൈ ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്ഔട്ട്, ഐ മീൻ ഇപ്പൊ ബൈസെപ്സിന് 5 വേരിയേഷൻ ചെയ്തു, ലാറ്റ്സിന് 5 വേരിയേഷൻ ചെയ്തു, യു വിൽ നോട്ട് റിക്കവർ ലൈക്ക് ദാറ്റ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ആ റിക്കവറി എന്ന് പറയുന്ന ആസ്പെക്ട് ഇറ്റ് കംസ് ഓൾസോ ടു യുവർ ന്യൂട്രീഷൻ ആൻഡ് യുവർ സ്ലീപ്പ്. ആ ഉറക്കവും ന്യൂട്രീഷനും പ്രോപ്പർ അല്ല. പിന്നെ വേറെയും പാരാമീറ്റേഴ്സ് ഉണ്ട്. ബ്ലഡ് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ചിലപ്പോൾ വൈറ്റമിൻ ഡി കുറവായിരിക്കും. അപ്പോൾ you should have an overall balance, and you should not get, there is something called as exercise addiction also. So you should not actually get addicted to workout. Addiction in a term, what I mean was that ഒന്നിനോട് അഡിക്ഷൻ നല്ലതല്ല. അപ്പോൾ വർക്ക്ഔട്ട് അഡിക്ഷൻ വരുമ്പോൾ പലരും വിചാരിക്കും ഞാൻ ഇന്നിപ്പോൾ ഇത്ര 2 റെപ്സേ ചെയ്തുള്ളൂ, എനിക്ക് പോകാൻ സമയം, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ പല്ല് തേക്കുന്നത് പോലെ കുളിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇത്ര വോളിയം ചെയ്തു അല്ലെങ്കിൽ ഇത്ര ഇന്റൻസിറ്റി ഓബിയസ്ലി വെൻ യു ഹാവ് ടു പ്രോഗ്രസ്. ഈ പ്രോഗ്രസീവ് ഓവർലോഡിൽ വരുന്ന വേറൊരു കോൺസെപ്റ്റ് ഓഫ് ടേം ആണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ദാറ്റ് പ്രോപ്പർ മൈൻഡ് മസിൽ കണക്ഷൻ. ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് അബൌട്ട് ഹൗ മച്ച് volume you did. All right. And do you think running, like especially for runners, a lot of people love running, instead of walking and probably hitting the gym. So do you think running can help you build muscles? See, running is a good activity. It is good than doing nothing. But there is also a study, as runners, you tend to lose your muscle much faster than walking. As runners, നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നില്ല, weight training ചെയ്യുന്നില്ല. You are just indulged in doing only running in the morning. Obviously, your muscle loss is much faster than somebody who's doing nothing. ഒന്നും ചെയ്യാത്ത ഒരാളെക്കാളും ഡെയിലി ഓടുന്ന ഒരാളുടെ മസിൽ ലോസ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് ബിക്കോസ് ഈ ഓക്സിഡേഷൻ പ്രോസസ്സ് ഈ ഓടുന്ന ആൾക്കാരുടെ ശരീരത്തിൽ ഭയങ്കര പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്റ്റഡി ഉണ്ടായിട്ടുള്ളത്, ഈ മാരത്തോൺ റണ്ണേഴ്സിൽ ഒരുപാട് പേരിൽ ഹാർട്ട് അറ്റാക്ക് കൂടുന്നു എന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, as you see, sprinters, they have a much built body. Marathon runners have a very lean nature. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ മസിൽ മാസ് വളരെ കുറവാണ്. And lot of the marathon, I am not talking about the professional marathon runners, lot of the marathon runners that we locally see, they don't do any kind of weight training. They just run. That's it. That's all. They don't pay attention to their nutrition. They don't, I don't know, probably they might be working in a IT firm. So they love to run. See, so running is good, but you have to pay attention to a lot of other factors like preserving your muscle mass, paying proper attention to your nutrition, having proper rest and all those stuff. ഇത് പറഞ്ഞപ്പോൾ again coming back to nutrition, പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും. പ്രോബയോട്ടിക്സ് നമുക്കിപ്പോൾ എല്ലായിടത്തും അറിയാം, പ്രോബയോട്ടിക് കേർഡ് അല്ലെങ്കിൽ പ്രോബയോട്ടിക് ജ്യൂസ്. ഈ I don't want to mention particular brands, but still there is a lot of probiotic hype. So പ്രോബയോട്ടിക് ആണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രീബയോട്ടിക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പോൾ how you should balance these things? See, so basically, to make it very simple, prebiotic and probiotics works in such a way that
Imagine I seed because I want a plant Mm. and I water it. So that seed is the probiotic Mm. and that water is the prebiotic. So basically, just like the water is what makes the seed to grow, Mm, mm. prebiotic is what will help that probiotic grow that good bacteria in your gut. So speaking about prebiotic and probiotic, unfortunately, right now in the common foods that we get, see, if you ask me, okay, fine, prebiotic, what you should take, I can say that, okay, fine, bananas are good, your rice is good, your potatoes are good, all these are prebiotics. But that doesn't mean that just because you keep having bananas and potatoes and everything and the curd, if you have curd, is again it has good amount of probiotics. Probiotics. That okay, fine, your gut microbiota is going to flourish. It will not work like that. Reason because first thing, how much you absorb in your gut is important. And unfortunately, the kind of curd you get, you don't know how much live bacteria is actually present there. If there is actually proper live culture bacteria present there, then you can get good kind of probiotics. But unfortunately, in the locally what we get, we don't have that. That is one of the reasons we usually suggest supplements, prebiotic and probiotic supplements. So if It's you're much asking, easy, sorry, much more easier to like it's take. much more easier to absorb. So any day, if you ask me, if your gut is impaired and if you think the right absorption is not happening, and if you're not able to source it through your diet, then definitely supplement is something you can go to. Prebiotic foods എന്തൊക്കെയാണ്? What can you suggest? That's what speak about prebiotics again. Bananas, your potatoes, your rice, all these are good source of prebiotics. Probiotics curd മാത്രമാണോ? Curd, kefir is there, even kombucha is there. So see, coconut sauce which you get, that is also there. So again, all these things are good source, but again, how much is actually marketed out there? Not everything. Just because you see kombucha, if you know, there are a lot of kombuchas in the market now which probably say that, okay, you know what, have this because it's a good beverage. But I don't think it's actually has enough amount of probiotics in there. കാരണം it's all like fermented drinks, right? Right. അങ്ങനെയാണെങ്കിൽ മദ്യവും fermented അല്ലേ? Exactly. So that's not something which you should consider. I think supplements are something which everyone can consider. Is much better, right? So a client is coming to you saying that, madam, എൻ്റെ ഉറക്കം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മെന്റൽ ഫോക്കസ് കിട്ടുന്നില്ല, ഐ ആം ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഡിപ്രഷൻ, ഐ ആം ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ആൻസൈറ്റി. How do you put them on a proper nutrition aspect? See, food actually has a lot of, the nutrients have a lot of biological pathways which is actually correlated to the way your moods are. So let's say that you have a lot of inflammatory foods. For example, processed foods like your bakery items, your parota, and ultra processed foods, trans fats, saturated fats, and all that. Definitely, it's going to cause a huge amount of chronic low-grade inflammation in your body, which in turn affects your mood. That is one thing. That's something called gut-brain microbiome axis. So your gut and your brain actually does the talking. So let's say that your gut is not doing good, definitely it affects your brain. So definitely nutrients, food, all these things play a vital role when it comes to your mental health. So putting someone on a good diet, for example, something that is fiber rich, good omega-3s, anti-inflammatory diet, all these plays a huge factor when it comes to mental health. Okay. So I think we have covered a lot of topics. Nutrition, workout intensity. I think a lot of information, right? So നിങ്ങൾക്ക് കൂടുതൽ വർക്കൗട്ടിനെ പറ്റിയിട്ടോ ന്യൂട്രീഷനെ പറ്റിയിട്ടോ ഒക്കെ അറിയണമെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു us. എൻ്റെ സ്ഥാപനം വരുന്നത് AFX Fitness Private Limited വെള്ളയമ്പലത്ത് തന്നെയാണ്. ശ്രദ്ധയുടെയും Mine clinic is called Nutrition on Drive. Same, it's at Shastamangalam itself. It's on Krishna Towers, Air Arabia building. So please do connect if you want any diet prescriptions or any diet treatment protocols from athletes to any disease conditions. If you have any doubts, you can reach out to both of us. Thank you. Thank you.